വിനായകേ വിനായകേ യെസ്, നമ്മൾ ഏത് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ആ ടേബിൾ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ പ്രിക്കോഷൻസ് മിസ് പറഞ്ഞായിരുന്നോ? ഇല്ല. അപ്പോൾ നമുക്ക് പ്രിക്കോഷൻസ് നിങ്ങൾക്ക് തന്നെ പറയാലോ. ഒരാൾ പറഞ്ഞോ, വിനായകൻ തന്നെ പറഞ്ഞോ. ഫസ്റ്റത്തെ പ്രിക്കോഷൻ പറഞ്ഞേ, എന്താണ് നമ്മൾക്ക് ഇതുപോലത്തെ ഇൻഫെക്ഷൻസ് നമ്മൾ കഴിഞ്ഞ മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഫിഗർ കാണിക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ടേബിൾസ് ഒക്കെയാണ് പഠിച്ചത്. അതായത് വാട്ടർ, അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കൊള്ളില്ലാത്ത വെള്ളം, വാട്ടറും ഫുഡും, അതുപോലെ തന്നെ എന്താണ് ഇൻസെക്റ്റുകൾ വഴിയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസുകൾ ഡിഫറെൻറ്റ് ടൈപ്പ് നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ കോമൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ചിക്കൻ ബോക്സും മീസിൽസും എല്ലാം ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ, ഈ അസുഖമൊന്നും വരാതിരിക്കാൻ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഈ അസുഖമൊക്കെ വരാതിരിക്കാൻ നമുക്കൊരു മുൻകരുതൽ, ഒരു പ്രിക്കോഷൻ എടുത്തൂടെ? നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് എന്താ ചെയ്തിരുന്നത്? നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുമായിരുന്നു അല്ലേ. മാസ്ക് ഒക്കെ വെച്ച് സാനിറ്റൈസ് ഒക്കെ ചെയ്ത് നമ്മൾ എപ്പോഴും നടക്കാൻ, അതുപോലെ ഹാൻഡ് എപ്പോഴും വാഷ് ചെയ്യുമായിരുന്നു അല്ലേ, ഹാൻഡ് വാഷ് ഒക്കെ യൂസ് ചെയ്താൽ. അപ്പം നമ്മൾ എന്താ എപ്പോഴും മാക്സിമം അതായത് ആ അസുഖം വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് പ്രിക്കോഷൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് പ്രിക്കോഷൻ ഒരാൾ പറയാലോ? യെസ്, എല്ലാവർക്കും പറയാൻ അവസരമുണ്ട്. ആരോണേ, ഫസ്റ്റ് പ്രിക്കോഷൻ ഇത് നോക്കി പറയണ്ട. എന്തായിരിക്കും ഇങ്ങനത്തെ അസുഖം വരാതിരിക്കാനുള്ള ഫസ്റ്റ് പ്രിക്കോഷൻ? ആ, റേഞ്ച് പോയോ? ഓക്കെ, അടുത്ത ആൾ വിളിക്കാം. ഹരിനന്ദ പറഞ്ഞോ. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ്സ് ആയിരിക്കും ഹരിനന്ദ പറയണത്. ആ വെരി ഗുഡ്, മെയിൻറ്റെയിൻ ഹൈജീൻ. അപ്പൊ എങ്ങനെ പറയാം? കീപ് അവർ സെൽസ് സറൗണ്ടിങ് ക്ലീൻ അല്ലേ. എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ സറൗണ്ടിങ്സ്, ചുറ്റുപാട് എപ്പോഴും ക്ലീൻ ആക്കിക്കോ. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? യെസ്. സെക്കൻഡ് പോയിന്റ് ആരാ പറയാൻ പോകുന്നേ? പ്രാർത്ഥന. ആ അതായത് ഒന്നുകൂടി പറയാമോ മോനെ? ആ യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അതായത് നമുക്ക് ഓൾറെഡി കുറെ അസുഖങ്ങളുള്ള ആളുണ്ടാവും, അതായത് ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ മിസ്സിനൊക്കെ ഇപ്പോൾ ഇൻഫെക്ഷൻ വന്നിരിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു സ്പേസ് ഇടുക, കുറച്ച് നാളത്തേക്ക് അസുഖം മാറുന്നവരെ ഒരുപാട് അടുത്തേക്ക് പോവാതിരിക്കുക. കാരണം ചിലപ്പോൾ അത് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. യെസ്, വേറൊരാളെ വിളിക്കാലോ. അമയ. ആ പറഞ്ഞോ, അടുത്ത പ്രിക്കോഷൻ എന്തെടുക്കാം അസുഖം വരാതിരിക്കാൻ? നമ്മളെ ഹോംസിന്റെ അടുത്തൊക്കെ കുറെ വാട്ടർ ഇങ്ങനെ ഇരിക്കണ്ടാവും. അതിൽ നമ്മളെ മോസ്കിറ്റോസ് ബ്രീഡ് ചെയ്യണത്. കാരണം എത്ര ഡിസീസസ് കുറച്ചാണ് മലേറിയ, ഡെങ്കു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ എന്താണ് നമ്മൾ അത് ഇതിൽ പറയുന്നുണ്ടല്ലോ, കണ്ടോ? കീപ്പ് അവർ ഹോം ഫുഡ് ആൻഡ് വാട്ടർ ക്ലീൻ അല്ലേ. എപ്പോഴും നമുക്ക് ചുറ്റുവട്ടത്ത് ഇപ്പോൾ മഴക്കാലമൊക്കെ ഉള്ള റെയിനി സീസണിൻ്റെ സമയത്ത് ഏതെങ്കിലും പാത്രങ്ങളിലോ ഒക്കെ വെള്ളം ഇങ്ങനെ കിടപ്പുണ്ടാവും അല്ലേ, കെട്ടിക്കിടക്കുണ്ടാവും. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹെൽത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരും അല്ലേ. ഹെൽത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ചുറ്റും സറൗണ്ടിങ്സ് ഒക്കെ നോക്കിയിട്ട് ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. മോസ്കിറ്റോയുടെ എന്തെങ്കിലും ശല്യങ്ങൾ, ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന വഴി എന്താ നമുക്ക് ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മോസ്കിറ്റോ വഴി, കൊതുക് വഴി പകരുന്ന കുറേ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. യെസ്. തേർഡ് പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും വാഷ് ചെയ്യുക, ഹാൻഡ്സ് വാഷ് ചെയ്യുക. നിങ്ങൾ ഈ അഡ്വർടൈസ്മെന്റ് പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഡെറ്റോളിൻ്റെ ഒക്കെ പരസ്യം കാണിച്ചിട്ട് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ, ജേംസിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നോക്കിക്കേ, നമുക്ക് കഫുണ്ട്, മിസ്സിന് നല്ല ചുമയും തുമ്മലൊക്കെ ഉണ്ട്. ചില ആളുകളുണ്ട് പബ്ലിക്കിലൊക്കെ പോകുമ്പോൾ അവരങ്ങ് തുമ്മും, മറ്റുള്ളവർ ചുറ്റും നിൽക്കുന്നത് ഒന്നും ശ്രദ്ധിക്കില്ല, ഒരു ടവൽ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ? അപ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്, അവരുടെ മനസ്സുകൊണ്ട് വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ ചെയ്യണേന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണ്ട. നമുക്ക് കഫിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ചുമയും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടവലൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, കവർ ചെയ്ത് അങ്ങ് നടന്നോ അല്ലേ. അല്ലെ എല്ലാവരും അങ്ങനെയാണോ? നമ്മുടെ തൊട്ട് താഴെ ഒരാളുണ്ടല്ലോ. യെസ്, ധ്രുവേ. ധ്രുവ്. ധ്രുവ് അങ്ങനെയാണോ? ചുമയും ജലദോഷമൊക്കെ വരുമ്പോ എങ്ങനെയാ കവർ ചെയ്യാറുണ്ടോ? മിടുക്കനായിട്ട് ചെയ്യൂല്ലേ, ആരും ബുദ്ധിമുട്ടിക്കാറില്ല. യെസ്, വെരി ഗുഡ്. ഇനി അതുപോലെ വേറെ ആരെങ്കിലും ചെയ്യണ കണ്ടാലും തുമ്മുമ്മയും ടവല് ഒക്കെ യൂസ് ചെയ്യാതിരിക്കുമ്പോ പറഞ്ഞു കൊടുക്കൂലേ ഇനി?
ആ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ കണ്ടോ പേഴ്സണൽ ഐറ്റംസ്, ടവൽസ്, ഹാൻഡ് കർച്ചീഫ് ഒന്നും വേറെ ഒരാൾക്ക് കൊടുക്കാതിരിക്കുക, അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഇപ്പോൾ ട്രെയിന് അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യാണ്, അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള പ്ലേസിലൊക്കെ നമുക്ക് ഇറങ്ങാനൊക്കെ പോകുന്ന ടൈമിൽ മാക്സിമം എന്ത് ചെയ്യണം, നമ്മൾ മാസ്ക് ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതാണ് ഏറ്റവും ബെറ്റർ പ്രിക്കോഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നോക്കിക്കേ മക്കളെ, നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ തന്നെ ഇരിക്കുക. നമുക്ക് ഒറ്റും വയ്യ, പനിയാണ്, സ്കൂളിൽ ക്ലാസ്സിൽ പോവണ്ട, മിസ്സിനെ വിളിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ചില കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ചില ആളുകളൊക്കെ ഉണ്ടാവില്ലേ, എന്താ പനിയാണെങ്കിലും എന്തു പറ്റും, അവർ ക്ലാസ്സിൽ പോകും. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ പോകുമ്പോൾ മറ്റുള്ളവർക്കും അത് സ്പ്രെഡ് ചെയ്യും, നമുക്കും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് റെസ്റ്റ് എടുക്കാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് പനി വന്നു, ജലദോഷം വന്നു, ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്താലും അത് നിങ്ങൾ പഠിച്ചെടുത്താൽ മതി. നിങ്ങൾ കറക്റ്റായിട്ട് ബോഡിക്ക് ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് റെസ്റ്റ് എടുക്കുക. അങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുക്കാറുണ്ടോ? ഒരാൾ വിളിച്ച് നമ്മുടെ താഴെ തന്നെ, മരിയ 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 എങ്ങനെ പനി വരുമ്പോൾ സ്കൂളിൽ പോകുമോ അതോ റെസ്റ്റ് എടുക്കോ? ആ മെഡിക്ക് റെസ്റ്റ് എടുക്കും അല്ലേ? യെസ്, അങ്ങനെ തന്നെ വേണം. ഓക്കെ, എന്നിട്ട് മരുന്നൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല വെള്ളമൊക്കെ നന്നായിട്ട് ഹോട്ട് വാട്ടറൊക്കെ കുടിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങാം, മരുന്ന് കഴിക്കുക, പെട്ടെന്ന് അസുഖം മാറും. എന്നിട്ട് സ്കൂളിൽ പോകണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലീവ് എടുക്കരുത് ആരും. ഓക്കെ, വെരി ഗുഡ്. ഇനി നോക്കിക്കേ മക്കളെ, പാരസൈറ്റ്. ആരാ ഇത്? കുറേ ആൾക്കാരുണ്ടല്ലോ പാരസൈറ്റ് അല്ലേ? യെസ്, ഒരാളെ വിളിക്കാലോ. അമീനെ, അമീന് ഇത് ആരിത്? പാരസൈറ്റ്സ് എൻജോയ് ചെയ്യാണല്ലേ ലൈഫ്. ആ ആരാണിത്? ആ അതായത് എന്താണ്, ഒന്നല്ലെങ്കിൽ എവിടെ ഉണ്ടാവും, നമ്മുടെ ബോഡീൻ്റെ അകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഓർഗാനിസത്തിൻ്റെയൊക്കെ, അതായത് നമ്മുടെയൊക്കെ ബോഡീൻ്റെ അകത്തുണ്ട് പാരാസൈറ്റ്സ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് എന്തെന്ന് പറയുന്നത്, പാരാസൈറ്റ്സ് എന്ന് പറയുന്ന. സിമ്പിളായിട്ട് മിസ് ഒരു എക്സാം പറയാം കേട്ടോ. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലേ, എല്ലാവരും ഫുഡ് കഴിക്കാറില്ലേ? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തുണ്ട്, കുറച്ച് വേംസ് ഉണ്ട്, അതായത് കുറച്ച് ഓർഗാനിസംസ് ഉണ്ട് ഇതുപോലത്തെ. ഇവരെന്ത് ചെയ്യുന്ന, നമ്മുടെ ബോഡിക്കകത്തുണ്ട്. ഇവർ വേറെ ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, ആ ഫുഡിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ വേണ്ടതൊക്കെ അവർ ഫീഡ് ചെയ്യും. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് അവരും കുറച്ചൊക്കെ എടുക്കും. ഓക്കെ, ഇങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്, പാരസൈറ്റ്സിന് ഒരു എക്സാമ്പിൾ. പാരസൈറ്റ്സിൽ ഇപ്പോൾ ഈ വോംസ് എന്നൊക്കെ പറയുമ്പോൾ ചിലവർ ഗുണമുള്ളവരാ, നമ്മുടെ ശരീരത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, ബാക്ടീരിയയും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ നമുക്ക് ഗുണങ്ങളുള്ളവരുണ്ട്, ദോഷമുള്ളവരുണ്ട്. അപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് കുറച്ച് വേംസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ വേംസ് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ഫുഡൊക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എന്ത് ചെയ്യും, ഫീഡ് ചെയ്ത് നമ്മുടെ ബോഡിക്കകത്ത് എന്താ ചെയ്യും, ഒരു പാരസൈറ്റ് ആയിട്ട് ജീവിക്കും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവരെങ്ങനെ സാധാരണ രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? പൊതുവെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, ചീത്ത വെള്ളവും ഫുഡും കഴിക്കുക, നന്നായിട്ട് കുക്ക് ചെയ്യാത്ത റോ ആയിട്ടിരിക്കുന്ന ഫുഡുകൾ, മീറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുക. അതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ട്, ഓർഗാനിസം ഏതെങ്കിലും ആനിമൽ ഉണ്ട്, നമ്മുടെ വീട്ടിൽ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ, അങ്ങനെ അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒരുപാട് കോണ്ടാക്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ട്, അയാളോട് കൂടുതൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൽ കുറേ കോണ്ടാക്ട് ഉണ്ടാവുക, ഫുഡും കണ്ടാമിനേറ്റഡ് വാട്ടർ, അതൊക്കെ വഴിയാണ് ഈ വേംസ് സ്പ്രെഡ് ചെയ്യുന്നത്, എല്ലായിടത്തേക്കും എത്തുന്നത്. അങ്ങനെയാണ് മക്കളെ. പാരസൈറ്റ്സ് ക്ലിയർ ആണോ? സെറ്റ് ആണോ? യെസ്, വെരി ഗുഡ്. ഇനി എങ്ങനെയാണ് ഇവർ അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. അതായത് ഒരാളിൽ നിന്നും അടുത്ത ആളിലേക്ക് പകരും. സപ്പോസ് നോക്കിക്കേ, ഇപ്പോൾ മിസ് ഇവിടെ നിൽക്കുകയാണ്, സാർ ഇവിടെ നിൽക്കുകയാണല്ലേ. ഇപ്പോൾ എനിക്ക് ഡിസീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് സാറിലേക്കും പകരും. ചിലപ്പോൾ ചുമയോ തുമ്മലോ ടൈഫോയിഡോ കോളറയോ ഇങ്ങനെ ഈ അസുഖങ്ങളൊക്കെ എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളതാണ് കമ്മ്യൂണിക്കബിൾ. കോണ്ടാക്ട് വഴി എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്ന ഡിസീസാണ്. ഇത് ക്ലിയർ അല്ലേ? ഇതിന് കാരണക്കാരായിട്ടുള്ള പാരാസൈറ്റുകളും പാത്തജൻസും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാണല്ലേ. വെക്ടേഴ്സ് ആയിട്ടുള്ള മോസ്കിറ്റോനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ അടുത്തൊരു കാറ്റഗറിയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. മക്കളെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരാളെ വിളിക്കാലോ. യെസ്, ചാരു. ചാരു, യെസ്, നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കഴിഞ്ഞിട്ടോ. അടുത്തത് എന്താ പഠിക്കാൻ പോകുന്നേ? യെസ്, വെരി ഗുഡ്. നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. യെസ്, ഒരാളെ വിളിക്കാലോ. ശ്രീനന്ദ. യെസ്,
ശ്രീനന്ദ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താ? എന്തെങ്കിലും പറഞ്ഞോ. ഓക്കെ, അതായത് യെസ് പറഞ്ഞോ. ഓക്കെ, വെരി ഗുഡ്. അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ കോണ്ടാക്റ്റോ സ്പ്രെഡോ ഒന്നുമല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈല് മര്യാദക്ക് ഫുഡൊന്നും കഴിക്കുന്നില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരാളെ വിളിക്കാലോ. ഋഷിക, കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കാറുണ്ടോ? സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കറക്റ്റ് ആയിട്ട് കഴിക്കണം. രാവിലത്തെ ഫുഡാണ് ബ്രെയിൻ ഫുഡ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് കഴിക്കാം. പിന്നെ അതുപോലെ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്, അതായത് എപ്പോഴും അൺഹെൽത്തി ആയിട്ട് പുറത്തുനിന്ന് മാത്രമാണ് കഴിക്കുന്നത്, അതോ ഹെൽത്തി ഫുഡും കഴിക്കാം? അപ്പൊ എന്താ, നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയറ്റ് ഒന്നും എടുക്കുന്നില്ല. ലൈഫ് സ്റ്റൈല് കറക്റ്റ് ആയിട്ട് ഉറങ്ങാറുണ്ടോ? വെരി ഗുഡ്. അത് ഞാൻ കറക്റ്റ് ചെയ്യും. അത് ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മുടക്കാൻ പറ്റില്ല അല്ലേ. കറക്റ്റ് എത്ര മണിക്കൂർ ഇറങ്ങും? ഓക്കെ. അല്ല, ക്ലാസ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറങ്ങും അല്ലേ? നോ കോംപ്രമൈസ്. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചിട്ട് കറക്റ്റായിട്ട് കിടക്കണം. എല്ലാവരും അങ്ങനെയാണോ? ഉറങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തേ. രാത്രി ഉറക്കമൊന്നുമില്ല, ഇങ്ങനെ എന്താണ് എഴുന്നേറ്റിരിക്കണം, അങ്ങനെ ടെൻഡൻസി ഉള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഒരാളുണ്ടല്ലോ. ആരാ? അതെ, കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ. രണ്ടുപേരുണ്ട്. യെസ്, വിളിച്ചോ. ശ്രീനന്ദ. എന്താ ശ്രീനന്ദ രാത്രി ഉറങ്ങാത്ത? എന്താ രാത്രി പണി? അപ്പൊ ഇത് റൈസ് ഹാൻഡ് ചെയ്തേ. റൈസ് ഹാൻഡ് ചെയ്തത് എന്താ? ഡൗട്ട് ചോദിക്കാനായിരുന്നോ? ഉറങ്ങും. ഓക്കെ, മിടിക്ക്. വെരി ഗുഡ്. ഞാൻ വിചാരിച്ച് രാത്രി ഉറങ്ങാറില്ല എന്ന്. ശ്രീനന്ദ, കറക്റ്റായിട്ട് ഉറങ്ങണം കേട്ടോ. എത്ര മണിക്കൂർ ഉറങ്ങും? ഓക്കെ, കുഴപ്പമില്ല. 8 മണിക്കൂറൊക്കെ ഉറങ്ങും അല്ലേ? നേരത്തെ കിടക്കും. യെസ്, വെരി ഗുഡ്. ഇനി ആരാണ്? ഉറക്കം മാത്രമുള്ള ആരെങ്കിലും ഉണ്ടോ? ഫുൾ ടൈം ഉറക്കം മാത്രം? അങ്ങനെയുള്ളവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെയുള്ളവരുടെ എണ്ണമായിരിക്കും കൂടുതൽ. അമ്മയാ? അതെ. അങ്ങനെ ഉറക്കം മാത്രമുള്ള ടീംസ് ആരൊക്കെയാ? കുറച്ചൊക്കെ ഉറക്കം ഭയങ്കര ഇഷ്ടമാണല്ലേ? യെസ്, നല്ലതാണ് ഉറങ്ങുന്നത്, പക്ഷെ ഫുൾ ടൈം ഉറങ്ങാൻ പാടില്ല കേട്ടാ. ഒരു ടൈമുണ്ട്. സാറെങ്ങനെയാ? സാറ് ഉറക്കം കുറവ്. സാർ തീരെ ഉറങ്ങാറില്ല. അതിൽ തന്നെ ഉണ്ട് എന്തോ ഒരു നുണയുണ്ട്. യെസ്, അപ്പോൾ കറക്റ്റായിട്ട് ഉറങ്ങാം. മിസ്സും അത്യാവശ്യം ഉറങ്ങും. കറക്റ്റ് ഒരു 6 മണിക്കൂറൊക്കെ തന്നെ. ചില ദിവസങ്ങളിൽ പറ്റാറില്ല, പക്ഷെ എല്ലാവരും കറക്റ്റായിട്ടൊക്കെ ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ എന്താ, ഇതുപോലത്തെ അസുഖങ്ങൾ വരും. കണ്ടോ, നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ എപ്പോഴും ഈ ജങ്ക് ഫുഡൊക്കെ കഴിക്കുകയാണ്. പുറത്ത് ഈ സാൻഡ്വിച്ചും ബർഗറും പിസ്സയും അങ്ങനെയുള്ള ഫുൾ ഫുഡായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അല്ലേ? അങ്ങനത്തെ ഫുഡുകൾ മാത്രം കഴിക്കുന്നു. അതുപോലെ ഡയറ്റ് ഒന്നും നോക്കുന്നില്ല, കറക്റ്റ് ഫുഡ് കഴിക്കുന്നില്ല. പിന്നെ എൻവയോൺമെൻറ്റിൽ എപ്പോഴും പൊടിയുള്ള ഏരിയാസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കലുള്ള ഏരിയാസിലൊക്കെയാണ് നമ്മൾ ജീവിക്കണമെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ ലൈഫ് സ്റ്റൈലും ഡയറ്റും എൻവയോൺമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസിനെയാണ് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോക്കിക്കേതേ, നമ്മുടെ ക്യാൻസർ ഉണ്ടല്ലോ. ക്യാൻസർ പല ടൈപ്പ് ഉണ്ടല്ലേ? ക്യാൻസർ, അതുപോലെ ഡയബറ്റിക്സ് ഭയങ്കര കോമൺ ആണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഡയബറ്റിസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ കാണുന്നതും ഈ പറഞ്ഞ പോലെ ഡയബറ്റിക്സും ക്യാൻസറും ഒക്കെ തന്നെയാണ്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, യെസ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാകുന്നത്. ഇനി അതിൽ വരുന്ന കുറച്ച് കാറ്റഗറി ഉണ്ട്. ഡെഫിഷ്യൻസി ഡിസീസ് എന്താ? യെസ്, ഒരാൾ വിളിക്കാലോ. ഡെഫിഷ്യൻസി ആ ടേമിൽ തന്നെ ഉണ്ടല്ലോ. ജീന മിസ്സിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ? മിസ് ജീന എന്ന് പറയുമ്പോൾ പുതിയ അഡ്മിഷൻ ആണോ? ഓക്കെ. അപ്പം മിസ്സിന്റെ ഈ ക്ലാസ് ഒക്കെ നേരത്തെ വീഡിയോസ് കാണണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഇത് മനസ്സിലാകും. സിമ്പിൾ ടോപ്പിക്കാണ്, എന്നാലും മറ്റേ ക്ലാസ്സുകളൊക്കെ ഒന്ന് നന്നായിട്ട് കാണാം കേട്ടോ. യെസ്, ജീന പറഞ്ഞോ ഡെഫിഷ്യൻസി. എൻ്റെ പേരറിയാവോ? ഷംന. യെസ്, ഓക്കെ. അപ്പോൾ ഡെഫിഷ്യൻസി ഡിസീസ് എന്താ? ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ?
യെസ് പറഞ്ഞോ. ഡെഫിഷ്യൻസി എന്താന്ന് പറഞ്ഞാൽ മതി. ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താ, കുറവെന്നാണോ കൂടുതൽ എന്നാണോ അർത്ഥം? കുറവാണല്ലേ. യെസ് മിടുക്കി. അതായത് മക്കളെ നോക്കിക്കേ, നമുക്ക് ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് ഇൻ ദി ഡയറ്റ്. ഞാൻ പറഞ്ഞല്ലോ കറക്റ്റായിട്ട് ഫുഡ് വെറുതെ കഴിച്ചാൽ മാത്രം പോരാ, കഴിക്കുന്ന ഫുഡിൽ ന്യൂട്രിയൻസും വേണം, വൈറ്റമിനും അതുപോലെ കാൽഷ്യം അതൊക്കെ കറക്റ്റ് വേണം, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അതൊന്നും ഇല്ല, കറക്റ്റായിട്ട് ന്യൂട്രിയൻസ് ഒന്നും നമ്മൾ ഫുഡിൽ എടുക്കുന്നില്ലെങ്കിൽ ഇതുപോലത്തെ അസുഖങ്ങൾ വരും മക്കളെ. ഏതൊക്കെയാ? സ്കർവി എന്ന് പറയുന്ന, മിസ് അത് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ അനീമിയ എന്ന് പറയുന്ന വിളർച്ച കണ്ടിട്ടില്ലേ? ചില ആളുകളുടെയൊക്കെ ഫേസ് നോക്കി ഭയങ്കര വിളർച്ചയും പനി പോലത്തെ ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും. അതുപോലെ ഗോയിറ്റർ ദേ മക്കളെ, ദേ ഈ ഒരു ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗോയിറ്റർ കണ്ടിട്ടുണ്ടോ? ദേ ഇത്. അതായത് എന്താണ്, നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ല, നമുക്ക് അയഡിൻ വേണം, നമ്മുടെ ഫുഡ് ഡയറ്റിൽ അയഡിൻ വേണം, അത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അയഡിനൈസ്ഡ് സോൾട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടും. ഈ അയഡിൻ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ദേ ഒരു തൈറോയിഡ് എന്ന് പറഞ്ഞ ഗ്ലാൻഡ് ഉണ്ട്. നമ്മുടെ തൈറോയിഡ് അറിയാലോ, തൈറോയിഡ് ഉള്ളവരൊക്കെ കണ്ടിട്ടില്ലേ? യെസ്, ഈ ഗ്ലാൻഡ് വലുതാവും. കൂടുതൽ ഡീറ്റെയിൽ മിസ് പറയുന്നില്ല. ഈ തൈറോയിഡ് ഗ്ലാൻഡിങ് വലുതാവും, ഇങ്ങനെ ഒരു മന്ത് പോലെ ഒരു വലുതായിട്ട് ഇങ്ങനെ ഇരിക്കും, വീർത്തിരിക്കുന്ന ആ ഒരു കണ്ടീഷനാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാ? അയഡിൻ നമ്മുടെ ശരീരത്തിൽ ഇല്ല, അയഡിൻ ഇല്ലെങ്കിൽ ഗോയിറ്റർ ഉണ്ടാവും. അതുപോലെ കണ്ടോ ഗമ്മ് പ്രോബ്ലംസ് കണ്ടോ? സ്കർവി, ഇവിടെയൊക്കെ ബ്ലീഡിങ് ആയിരിക്കും, നമ്മുടെ ഗംസ് ഒക്കെ ബ്ലീഡിങ് ഉണ്ടാവും. കുറേ ആളുകൾക്ക് ഉണ്ട്, മിസ്സിനൊക്കെ ഇടയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഗമ്മിനൊക്കെ കറക്റ്റ് ഡയറ്റും നമ്മൾ ഫുഡൊന്നും ന്യൂട്രിയൻസ് ഒന്നും ഇല്ലെങ്കിൽ ബ്ലഡ് നല്ല പോലെ ബ്ലീഡിങ് ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ് സ്കർവി എന്ന് പറയുന്നത്. സ്കർവി. ഇനി അനീമിയ എന്ന് പറയുന്നത് നമ്മുടെ RBC, നമ്മുടെ ബ്ലഡ് സെൽസ്, അതിലൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക, അല്ലെങ്കിൽ ഒരു മുഖത്തൊക്കെ ഒരു വിളർച്ച, ബ്ലഡിൻ്റെ കുറവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, ഇങ്ങനത്തെയൊക്കെ അവസ്ഥ വരുമ്പോൾ നമ്മൾ കുറേ ഡേറ്റ്സ്, ഈന്തപ്പഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കഴിക്കും, കൂടുതൽ ബ്ലഡും ഹീമോഗ്ലോബിനും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷനൊക്കെ എന്താ, നമ്മൾ എന്ത് ഇതിന് വിളിക്കാം, ഒരാൾ വിളിക്കാലോ? യെസ് ഏമി. ഇങ്ങനെയുള്ള ഡിസീസ്, ഈ ഒരു ഗോയിറ്റർ, അനീമിയ, അതുപോലെ സ്കർവി ഒക്കെ ഉണ്ടാക്കുന്ന ഡിസീസിനെ എന്താ വിളിക്കുക നമ്മൾ? ഏമി പറഞ്ഞോ. യെസ്, ഡെഫിഷ്യൻസി ഡിസീസ് അല്ലേ? യെസ്, ആരോൺ, ആ ഡിസീസിന്റെ പേരെന്താ പറഞ്ഞോ? ഏതൊക്കെയാ ഡെഫിഷ്യൻസി ഡിസീസ് മിസ് ഇപ്പൊ പറഞ്ഞത്? യെസ്, വെരി ഗുഡ്. സ്കർവി, ഗോയിറ്റർ, അനീമിയ അല്ലേ മക്കളെ? ഇതൊക്കെ എന്താണ്? ഡെഫിഷ്യൻസി ഡിസീസാ. എന്തുകൊണ്ട് ഡെഫിഷ്യൻസി ഡിസീസ് വരുന്നത്? ലാക്ക് ഓഫ് ന്യൂട്രിയൻസ്. കറക്റ്റ് ആയിട്ട് നമ്മൾ ഡയറ്റിൽ എന്തെടുക്കുന്നില്ല, ന്യൂട്രിയൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇതുപോലത്തെ ഡിസീസ് വരും. യെസ്, പിന്നെ യെസ് അനീമിയ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു മുഖത്തൊക്കെ നമുക്ക് ബ്ലഡിൻ്റെ ഒക്കെ കുറവാണ്, ബ്ലഡ് സെൽസിൻ്റെ ഒക്കെ കുറവ് കൊണ്ടാണ്. കണ്ടോ, ഇതുപോലത്തെ ഒരു നോർമൽ ആയിട്ടുള്ള ബ്ലഡ് കൗണ്ട് അല്ലായിരിക്കും നമുക്ക്. അങ്ങനെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും, സ്വാഭാവികമായിട്ടും ഓക്സിജൻ്റെ ആ ഒരു ഓക്സിജനൊക്കെ കുറയും നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഫീവറും അങ്ങനത്തെ ഒരുപാട് ഡിസീസസ് ഒക്കെ നമുക്ക് വരും. അതാണ് അനീമിയ. എല്ലാ അസുഖത്തിൻ്റെ കൂടെ വരുന്നൊരു ഇതിൻ്റെ കൂടെ വരുന്നൊരു ഡിസീസും കൂടിയാണ് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. ക്ലിയർ ആയോ? യെസ്, വെരി ഗുഡ്. അപ്പോൾ മക്കളെ നോക്കിക്കേ, അടുത്തത് ക്രോണിക് ഡിസീസ്. ഇപ്പം മിസ് ഫസ്റ്റ് പറഞ്ഞതാണ്, ഇതൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ആണ് കേട്ടോ. ഫസ്റ്റ് മിസ് പറഞ്ഞത് ഡെഫിഷ്യൻസി ഡിസീസാണ്. ഡെഫിഷ്യൻസി ഡിസീസിൽ മിസ് ഗോയിറ്റർ പറഞ്ഞു, സ്കർവി പറഞ്ഞു, അനീമിയ പറഞ്ഞു. യെസ്, ധ്രുവേ. ധ്രുവ ഇവിടെ ഇല്ലേ? എന്ത് പറ്റി മുഖത്തൊരു ക്ഷീണം? ഫുഡൊക്കെ കഴിച്ചില്ലേ? ഉഷാറല്ലേ? എന്നാ വായിച്ചോ, എന്താണ് ക്രോണിക് ഡിസീസ്? Diseases such as cancer, diabetes, and asthma may often persist for a long time, more than 3 months, and are referred to as chronic diseases. മക്കളെ, മറ്റ് ഡിസീസൊക്കെ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മൾ ഡയറ്റ് കറക്റ്റ് ഫോളോ ചെയ്ത് നമുക്ക് കുറച്ചൊക്കെ പരിധി വരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഉണ്ടല്ലോ, ചില വില്ലന്മാരുണ്ട്, ചില ഡിസീസ് ഉണ്ട്, നമ്മുടെ ക്യാൻസർ, അതുപോലെ ഡയബറ്റീസ്, ആസ്മ, ഇങ്ങനെയുള്ള ഡിസീസ് എന്നൊക്കെ പറയുന്നത് ബ്രീത്തിങ് പ്രോബ്ലം ആണ് കേട്ടോ. ആസ്മ കേട്ടിട്ടുണ്ടല്ലോ, ആസ്മ. യെസ്, അങ്ങനെയുള്ള ഡിസീസൊക്കെ എന്താണ്?
പേഴ്സിസ്റ്റ് ഫോർ എ ലോങ് ടൈം, കുറച്ച് കാലം നിൽക്കും, അതായത് 3 മാസത്തിൽ കൂടുതൽ അത് നിൽക്കും, ഒരുപാട് നാൾ നിൽക്കും. അങ്ങനെയുള്ള ഡിസീസിനെയാണ് നമ്മൾ ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്രോണിക് ഡിസീസ് എന്താണെന്ന് ഒരാളെ വിളിക്കാലോ. റെയ്ഹാനെ, റെയ്ഹാനെ എവിടെ കണ്ടില്ലല്ലോ എന്ന് റെയ്ഹാനെ? ഇന്നൊന്നും മിണ്ടാതിരിക്കണേ. മിസ് വിളിച്ചില്ലല്ലോ അല്ലേ? യെസ്, ഓക്കെ. റെയ്ഹാൻ, അല്ലെങ്കിൽ റെയ്ഹാൻ നേരത്തെ വന്നിരിക്കണേ ഞാൻ കാണാറുണ്ട്. ഇന്ന് വൈകിയാണോ വന്നത്? ഓക്കെ, അല്ല ഇന്ന് ലേറ്റ് ആയിട്ട് 6:30 മുന്നേ വരാറുണ്ട്, കാണാറുണ്ട് റെയ്ഹാനെ. ഇന്ന് 6:30 കണ്ടത്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എന്താ ക്രോണിക് ഡിസീസ് പറഞ്ഞു റെയ്ഹാൻ? അല്ല, മനസ്സിലായത് പറഞ്ഞാൽ മതി, മനസ്സിലായത് വെച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഡയബറ്റീസ്, ക്യാൻസർ, ആസ്മ, ഇതെല്ലാം എന്താ? യെസ്, അതായത് പേഴ്സിസ്റ്റ് ഫോർ എ ലോങ് ടൈം, കുറേ കാലം ഉണ്ടാകും, നമുക്കത് ആ ഡിസീസ് മാറില്ല പെട്ടെന്ന്. ഓക്കെ, അങ്ങനെയുള്ള ഡിസീസിനെയാണ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ് മക്കളെ? ക്രോണിക് ഡിസീസ്, ഡെഫിഷ്യൻസി ഡിസീസും ക്ലിയർ ആയി സെറ്റ് ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ, വെരി ഗുഡ്. മിടുക്കന്മാരും എല്ലാവരും, മിടുക്കികളും. ഓക്കെ, എല്ലാവരും ഒന്ന് വാമപ്പ് ചെയ്യാല്ലേ നമുക്ക്? അപ്പൊ നമ്മൾ ഡെഫിഷ്യൻസി ഡിസീസും ക്രോണിക് ഡിസീസും പഠിച്ചല്ലേ. ഇനി നമുക്ക് ഓരോരുത്തരെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഡയബറ്റിസ്. ഡയബറ്റിസ് കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാം, കോമൺ ആണല്ലേ. ഒരാളെ വിളിക്കാലോ. ശ്രീനന്ദ. എന്താണ് ഡയബറ്റിസ്? കേട്ടിട്ടുണ്ടോ? എന്താ ഡയബറ്റിസ്? common disease for prevalent in adults as well as children. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇവിടെ തൊട്ടിപ്പുറത്ത് ഒരാളുണ്ടല്ലോ. യെസ്, അല്ല അതിന് മുകളിൽ തൊട്ടിപ്പുറത്ത്. യെസ്, ഇപ്പം നമ്മൾ വിളിച്ചില്ലായിരുന്നു ആളുടെ തൊട്ടിപ്പുറത്ത് അമയ. യെസ്, അമയ, ഡയബറ്റിസ് എന്താ? ഷുഗർ ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്ക് മോസ്റ്റ്ലി വരുന്ന ഒരു ഡിസീസ് ആണ് ഡയബറ്റീസ്. പിന്നെ ഡയബറ്റീസ് ഉള്ള ചിലവര് എന്നിട്ട് പാച്ച് പോലെ വെക്കില്ലേ ഡയബറ്റീസിന്റെ എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് നോക്കാൻ? പാച്ചസ് പോലെ, അതായത് ഡയബറ്റീസ് നമുക്ക് നോക്കാൻ പറ്റും, അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ്, ബ്ലഡ് നോക്കിയിട്ട് പറ്റും. അതായത് മെയിനായിട്ട് ഷുഗർ എന്ന് പറയുന്നത് വേറൊന്നല്ല, നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഇല്ലേ മക്കളെല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് ലെവല് കൺട്രോൾ ചെയ്യുന്ന 2 ഹോർമോൺ ഉണ്ട്. ഒന്നാമത്തെ ആളാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ആളാണ് ഗ്ലൂക്കഗൺ എന്ന് പറയുന്നത്. ഇത് എവിടെ ഉണ്ടാവുന്നേ? നമ്മുടെ പാങ്ക്രിയാസ്. അറിയാവോ? പാങ്ക്രിയാസ് ഒരു ലീഫ് പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ലിവറിൻ്റെ താഴെയായിട്ട്. ആ പാങ്ക്രിയാസിൽ 2 ഹോർമോൺ വരുന്നുണ്ട്, ഇൻസുലിനും ഗ്ലൂക്കഗൺ. സപ്പോസ് നമ്മൾ ഒരു ദിവസം നന്നായിട്ട് ഫുഡ് കഴിച്ചു, ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഷുഗർ മാത്രമല്ല, നമ്മൾ ചോറൊക്കെ കഴിക്കില്ലേ, അതൊക്കെ കുറേ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ്, ഷുഗറിൻ്റെ ലെവൽ കൂടും. അങ്ങനെ കൂടിക്കഴിയുമ്പോൾ പാങ്ക്രിയാസിനോട് പറയും, നമ്മുടെ ബ്രെയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പാങ്ക്രിയാസിനോട് പറയും, പാങ്ക്രിയാസേ ഇവള് കുറേ മധുരമൊക്കെ കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കുറച്ചോ, നോർമലിലേക്ക് കൊണ്ടുവന്ന ഒരു നോർമൽ ലെവലുണ്ട്, അതിലേക്ക് കൊണ്ടുവന്നോ എന്ന് പറയും. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. കൂടിക്കഴിഞ്ഞ് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻസുലിൻ. പക്ഷെ അതേസമയം നമ്മൾ സ്റ്റാർവ് ചെയ്യാണ്, പട്ടിണിക്കിരിക്കുക, ഒന്നും കഴിച്ചില്ല കാര്യമായിട്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞ് കൂട്ടിയിട്ട് നോർമലിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഗ്ലൂക്കഗൺ. അപ്പോൾ കുറയുമ്പോൾ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൂക്കഗണും, കൂടുമ്പോൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? നമ്മുടെ ഇൻസുലിനാണ്. അപ്പോൾ ഗ്ലൂക്കോസ് എന്തിനാ? നമുക്ക് എനർജി വേണ്ടേ? അതിനാണ് ഗ്ലൂക്കോസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ഹോർമോൺസിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, ഈ ഹോർമോൺ ഇംബാലൻസ് വന്നു, നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടാക്കല്ല, നമ്മുടെ ബോഡി ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ല. അപ്പം എന്ത് പറ്റും? നമ്മുടെ ഷുഗർ ഇങ്ങനെ കൂടി 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 ഭയങ്കര ലെവലിലേക്ക് പോകും. കാരണം ഇൻസുലിൻ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യാറുള്ളത്? ഹോർമോണാണ് അതിനെ കുറച്ച് കറക്റ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ എന്ത് പറ്റി? ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ഇല്ല. അപ്പം എന്ത് പറ്റും? നമ്മുടെ ബോഡിയിൽ ഷുഗർ ലെവൽ കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരുമ്പോഴാണ് ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്, ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള ഒരു ഇൻസുലിൻ കുത്തിവെക്കുന്ന കണ്ടിട്ടുണ്ടോ? സിന്തറ്റിക് ആയിട്ട് പുറത്തുനിന്ന് ഇഞ്ചക്ഷൻ എടുക്കണ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? യെസ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അവർക്ക്
ഹോർമോണൽ ഇംബാലൻസ് ഭയങ്കര പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ വേൾഡിൽ ഒരുപാട് പേര്, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റീസിൻ്റെ ആൾക്കാരുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടാ ഡയബറ്റീസിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് നമ്പർ എന്താണ് കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ഏറ്റവും പ്രിവാലൻ്റ് ആയിട്ട് എവിടെ കാണുന്ന അഡൽട്ട്, നമ്മൾ വലിയ ആളുകളിലും ചിൽഡ്രൻ, ഇപ്പോൾ കുട്ടികളിലും ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ഇല്ലായിരുന്നു. ഇപ്പോൾ കുട്ടികളിൽ വരെ ഈ ഡയബറ്റീസ് കാണാൻ പറ്റും. ഭയങ്കര കഷ്ടമാണ് ഡയബറ്റീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും ഒരു പരിധി കൂടുതൽ കഴിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായിരിക്കും. ഇനി ഇത് എന്തുകൊണ്ട് ഉണ്ടാവുന്ന മിസ് പറഞ്ഞല്ലേ, ഹോർമോണൽ ഇംബാലൻസ്. മിസ് പറഞ്ഞു 2 ഹോർമോൺസ്, ഇൻസുലിനും ഗ്ലൂക്കോഗണും. ഇൻസുലിൻ്റെ കുറവ് ഉണ്ടാവാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരിക. അതായത് ഹോർമോൺ ഇംബാലൻസ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് അത് പഠിക്കാനില്ല ഇപ്പോൾ. ഇനി അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്, കറക്റ്റ് നല്ല ഫുഡൊന്നും അല്ല, എപ്പോഴും ഷുഗറും ചോക്ലേറ്റും ഐസ്ക്രീമും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കഴിക്കണമെങ്കിൽ ഇത് വരും. പിന്നെ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട. ഇപ്പോൾ വാമപ്പൊക്കെ എല്ലാവരും ചെയ്തില്ലേ? ഇല്ല, എല്ലാവരും ചെയ്തോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ വാമപ്പ് ഒന്നുമില്ല, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, വെറുതെ ഇരിപ്പ് മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഇങ്ങനത്തെ അസുഖങ്ങൾ വരും. പിന്നെ ഓവർ വെയിറ്റ്, ഒബസിറ്റി, ഫുൾ ടൈം ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ഒബസിറ്റി, വണ്ണം വെച്ചൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഒബസിറ്റി ആയിരിക്കും കേട്ടോ അത്. അങ്ങനത്തെ കണ്ടീഷനിലൊക്കെയാണ് എന്ത് പറ്റുന്നത്, ഡയബറ്റിസ് ഉണ്ടാകുന്നത്. ക്ലിയർ ആണ് മക്കളെ? ഒരാളെ വിളിക്കാലോ. ഋഷിക, ഡയബറ്റിസ് എന്താ, എന്തൊക്കെയാണ് ഡയബറ്റിസ് ഉണ്ടാവാനുള്ള കാരണം എന്താ? ഹോർമോണൽ ഇംബാലൻസ്. യെസ്, വെരി ഗുഡ്. ഹോർമോണൽ ഇംബാലൻസ്, ഫുഡിന്റെ അൺഹെൽത്തി ഫുഡ്, അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് കേട്ടോ. യെസ്, പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി. യെസ്, വെരി ഗുഡ്. ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതിരിക്കാൻ, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. പിന്നെ എന്താണ് നെക്സ്റ്റ് പോയിന്റ്? ഓവർ വെയിറ്റ്. ഓക്കെ, ഓവർ വെയിറ്റ്, ഇത്രയും പറഞ്ഞാൽ മതി. പിന്നെ വേറെ കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സബായിട്ട് ഈ ഡിസീസ് വരാറുണ്ട്, ഡയബറ്റിസ് എന്നാണ് പറയുന്നത്. യെസ്. ഇനി ഇതുപോലെ വേറെ ഡിസീസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമ്മൾ അത്യാവശ്യം നോക്കിയിട്ടോ, ഡയബറ്റീസിനെ കുറിച്ച് പഠിച്ചു. ഇനി ഇതുപോലെ ഒരു 4 ഡയബറ്റീസ് കൂടി കൂട്ടിയിട്ട് ഒരു 4 ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും അതിൻ്റെ സിംറ്റവും അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് ചേഞ്ചസ്, പ്രിക്കോഷൻ, ഇതൊന്നും ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ 4 ഡിസീസും പഠിക്കാൻ എല്ലാവരും റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഫസ്റ്റ് മക്കളെ ഒബസിറ്റി ആണ്. അതേ മിസ് ഒരു ഇതേ കണ്ടോ, ഫിഗർ കണ്ടോ? യെസ്, ഒരാൾ വിളിക്കാലോ. ഇഷാലേ, ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ നല്ലതാണോ ഹെൽത്തിന്? നല്ലതാണോ? അല്ല അല്ലേ? എന്താ പറ്റുക, ഇതുപോലെ എപ്പോഴും ഫുഡ് കഴിക്കുകയാണ്, ഇതുപോലത്തെ ജങ്ക് ഫുഡാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഇതുപോലത്തെ ജങ്ക് ഫുഡ് ഇങ്ങനെ വെറുതെ എക്സസൈസ് ഒന്നും ചെയ്യാണ്ട് കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറ്റാതെ? ഫസ്റ്റ് സിംറ്റംസ് ഈ ഒരു ഫിഗർ നോക്കിയിട്ട് പറഞ്ഞേ, എന്തൊക്കെയാ? വെയിറ്റ് ഗെയിൻ ചെയ്യും അല്ലേ? യെസ്, വെയിറ്റ് ഗെയിൻ ചെയ്യും. സെക്കൻഡ്, ഇങ്ങനെയുള്ള ആൾക്കാർ കാണുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടണില്ലേ? നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് എടുക്കണ്ടല്ലേ, ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത. അപ്പോൾ അവരുടെ കണ്ടീഷൻ ആലോചിച്ച് നോക്കി, അവർക്ക് ബ്രീത്ത്ലെസ്നെസ്, അതായത് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാകും. ഓക്കെ, ബ്രീത്തിങ് പ്രോബ്ലംസ്, ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പെട്ടെന്ന് ക്ഷീണിക്കും. ഇവരൊന്ന് കുറച്ച് നടക്കുമ്പോൾ തന്നെ എന്തായിരിക്കും, ഫറ്റീഗ്, ഭയങ്കര ക്ഷീണമായിരിക്കും. അതുപോലെ തന്നെ പെയിന്, ഇവർക്ക് നല്ല രീതിയിലുള്ള ജോയിൻറ്റ് പെയിന്, മുട്ടുകളും അങ്ങനെയുള്ള നടക്കാനൊന്നും വയ്യ, പെട്ടെന്ന് അവർക്ക് ജോയിൻ്റ് ഒക്കെ പെയിൻ ആയിരിക്കും. ഓക്കെ, ഒരാൾ പറയണമല്ലോ. യെസ്, ഉദിത്തേ, കാണുമ്പോൾ തന്നെ അറിയാലോ ഇയാളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് എന്തൊക്കെയാണ് സിംറ്റംസ്? പറഞ്ഞോ. യെസ്, ഉദിത്തി പറഞ്ഞോ. വെയിറ്റ് ഗെയിൻ, ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാകും. യെസ്, നല്ല ക്ഷീണമാണല്ലോ, എത്രയൊക്കെ കഴിക്കണതല്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും. യെസ്, ഫറ്റീഗ് ഉണ്ടാകും. ജോയിൻസ് ഒക്കെ നല്ല പെയിൻ ആയിരിക്കും, ബിക്കോസ് എക്സസൈസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഒന്നാമത്തെ ഡിസീസാണ് ഒബസിറ്റി. ഇനി അതെന്താ ചെയ്യുക, ഇത് വരാതിരിക്കാൻ, ഇങ്ങനെ ഒബസിറ്റി ഒരുപാട് ഉണ്ടാവാതിരിക്കാൻ ചില ആളുകൾക്ക് നോർമലി ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ വരാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഒബസിറ്റി വന്നാൽ ഇത് ഒഴിവാക്കാൻ എന്താ വഴി? ഒരാൾ വിളിച്ചു. പ്രാർത്ഥന. എന്താണ് ഒരു സജഷൻ പറഞ്ഞു കൊടുത്തേ അങ്ങനെയുള്ള ആൾക്കാർക്ക്?
ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ, എപ്പോഴും ഒരു ഡയറ്റ് കീപ്പ് ചെയ്യുക, നല്ല കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക. യെസ്, പിന്നെ എന്താ വേണ്ട, ഇങ്ങനെ വേദനയൊന്നും ഇല്ലായിരിക്കും എന്ത് ചെയ്യണം? എക്സസൈസ് റെഗുലർലി അല്ലേ, എപ്പോഴും കറക്റ്റ് ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്താൽ മതി അല്ലേ. ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ഡയറ്റ് ക്ലിയർ ആക്കാനും വേണ്ടിയിട്ടൊക്കെ ജിമ്മിലൊക്കെ പോകണ കണ്ടിട്ടില്ലേ? സാർ പോകാറുണ്ടാ? ഇല്ല, സാറ് ഓൾറെഡി ഡയറ്റൊക്കെ കീപ്പ് ചെയ്ത് നല്ല ഉഷാറാണ്, അതുകൊണ്ട് ജിമ്മൊന്നും ആവശ്യമില്ല. പക്ഷെ എന്നാലും ജിമ്മിൽ പോകുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ഈ ഡയറ്റും കാര്യങ്ങളും സ്ട്രെങ്ത് എക്സസൈസ് എന്നുള്ള രീതിയിലൊക്കെ പോവാറുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് നമ്മൾ എന്താ, ഡയബറ്റീസ് ആണ് കേട്ടോ. മിസ് ഓൾറെഡി ഡയബറ്റീസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഇതിൻ്റെ സിംറ്റംസ്, ഒരു ഡയബറ്റീസ് ഉള്ള ആൾക്ക് എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും വരിക? ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, അയാൾക്ക് എപ്പോഴും യൂറിൻ ബാത്റൂമിൽ പോകാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. സെക്കൻഡ്, എക്സസീവ് തേഴ്സ്റ്റ്, അതിനനുസരിച്ച് അവർക്ക് എപ്പോഴും ദാഹമായിരിക്കും, എപ്പോഴും വെള്ളം കുടിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. പിന്നെ വെയിറ്റ് ലോസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഭയങ്കര വണ്ണം വെച്ചിട്ടൊന്നും അല്ല ഇരിക്കുന്നത്, അവർ ഭയങ്കര മെലിഞ്ഞായിരിക്കും. നമ്മൾ നോർമൽ ആയിട്ടുള്ളൊരു വെയിറ്റ് ഉണ്ടാവില്ല എല്ലാവരേക്കാളും, അവരെക്കാളൊക്കെ ഭയങ്കര ക്ഷീണിച്ചായിരിക്കും ആരിയ്ക്കുന്നത്, ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ. ടയേർഡ്നെസ്, എപ്പോഴും കിടന്നാൽ മതി അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും, ടയേർഡായിരിക്കും അവർ. സ്ലോ ഹീലിംഗ്, എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയവർക്ക്, സപ്പോസ് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് പെട്ടെന്നൊരു മുറിവ് വന്നാൽ അത് ഉണങ്ങാൻ നമ്മളെപ്പോലെ അല്ല, കുറച്ച് ടൈം കൂടുതലെടുക്കും, പയ്യെ അത് ഹീൽ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ സിംറ്റംസ് സെറ്റാണോ? ഒരാൾ പറയണമല്ലോ. അന്ന നല്ല ഉഷാറായിട്ട് പോരട്ടെ. ഡയബറ്റീസ് ഉള്ള ആളുടെ സിംറ്റംസ് എന്തൊക്കെയാ? ഫ്രീക്വന്റ് യൂറിനേഷൻ, യെസ്, വെരി ഗുഡ്. എക്സസീവ് തേഴ്സ്റ്റ്, വെയിറ്റ് ലോസ്, ടയേർഡ്നെസ്, സ്ലോ ഹീലിംഗ്. ഈ 5 സിംറ്റംസും സെറ്റാണ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചാറ്റ് കാണിച്ച മക്കളെല്ലാവരും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സജഷൻ പറയാലോ നമുക്ക്. മിസ് തന്നെ പറയാം അല്ലേ? എന്താ നേരത്തെ പറഞ്ഞ അതേ സജഷൻ തന്നെയാണ്. ബാലൻസ് ഡയറ്റ്, ഡയറ്റ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ച് സ്വന്തമായിട്ട് എഴുതാം. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാം. മെഡിക്കേഷൻ, ഡയബറ്റീസ് ഉള്ള ആൾക്കാർ കറക്റ്റായിട്ട് മെഡിസിൻ കഴിക്കണം, അല്ലാതെ ഓപ്ഷൻ ഇല്ല, അവർ സ്ഥിരമായിട്ട് കഴിക്കും അത്യാവശ്യം. ഇനി അടുത്ത് നോക്കിക്കേ മക്കളെ, അടുത്ത ഡിസീസ് ഏതാ? ലൈഫ് സ്റ്റൈൽ ഡിസീസ്. യെസ്, ഒരാളെ വിളിച്ചോ. ഋഗ്വേദേ, ഓക്കെ, ഋഗ്വേദ് പറഞ്ഞോ, അടുത്ത ഡിസീസ് ഏതാ? ഹൈ ബ്ലഡ് പ്രഷർ. ഹൈ ബ്ലഡ് പ്രഷർ അല്ലേ? ഹൈ ബ്ലഡ് പ്രഷർ വന്നു, ബി പി കൂടി ആൾക്കാരെ കാണാറുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ടല്ലേ കുറേ പേര്. അപ്പോൾ ബി പി കൂടുമ്പോൾ നമുക്ക് സാധാരണ ബ്ലഡ് പ്രഷർ കൂടാറുണ്ട്, ഇപ്പോൾ തലർക്കൊക്കെ പോലെ തോന്നാറുണ്ടല്ലേ. ഇപ്പോൾ മിസ്സിന് ചിലപ്പോൾ ബി പി കുറയാറുണ്ട്. നല്ല സ്ട്രെസ്സും ടെൻഷനൊക്കെ പിടിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ബി പി കൂടുന്ന പ്രശ്നങ്ങളും ബ്ലഡ് പ്രഷറിന് വേരിയേഷൻ വരുന്നു, ബ്ലഡ് പ്രഷറിന്. ഓക്കെ, അപ്പോൾ ബി പി ഇങ്ങനെ വേരിയേഷൻ വന്ന ഒന്നാമത്തെ സിംറ്റം ഉണ്ടല്ലോ, ഹെഡേക്ക് ആയിരിക്കും, അതായത് തലവേദനയായിരിക്കും, ഭയങ്കര തലവേദനയായിരിക്കും. പിന്നെ ഡിസിനസ്, തല ചുറ്റുന്ന പോലുള്ളൊരു ഫീലായിരിക്കും. നോസ് ബ്ലീഡിങ്, അതായത് ഭയങ്കര സിവിയർ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നോസ് ബ്ലീഡിങ് ഉണ്ടാകും. നമ്മുടെ നോസിൽ നിന്ന് ബ്ലഡ് വരുന്നൊരു സിറ്റുവേഷൻ നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പം നായകനോ നായികയ്ക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മരിക്കാൻ അല്ലെങ്കിൽ ക്യാൻസർ എന്തെങ്കിലും വരും, ഇതുപോലെ ബ്ലഡ് വരും അല്ലേ മൂക്കിൽ നിന്നൊക്കെ. അപ്പോൾ അങ്ങനെ ബ്ലഡിൻ്റെ ഇഷ്യൂസ് വരും. പിന്നെ ഫറ്റീഗ്, ഭയങ്കര ക്ഷീണമായിരിക്കും, അങ്ങനത്തെ തളർച്ചയൊക്കെ ആയിരിക്കും. അപ്പോൾ മക്കളെ, ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ? ഒരാളെ വിളിച്ച് ഹരിനന്ദ പറഞ്ഞോ, എന്തൊക്കെ പ്രശ്നങ്ങൾ? ഒരു 5 പ്രശ്നങ്ങൾ ഉണ്ടല്ലേ. ഹെഡേക്ക്, ഡിസ്നെസ്, നോസ് ബ്ലീഡിങ്, യെസ്, ദെൻ ഫറ്റീഗ. അപ്പോൾ ഹെഡേക്ക്, ഡിസ്നെസ്, നോസ് ബ്ലീഡിങ്, ഫറ്റീഗ. മക്കളെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇത് പ്രിക്കോഷൻ, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണോ അല്ലേ നമ്മൾ? എന്തൊക്കെ സജഷനാണ്? ഒന്നാമത്തത് സോൾട്ട് ഇൻടേക്ക്. ബി പി കൂടാനുള്ള കാരണം എന്താണെന്ന് അറിയാം? ചില ആളുകൾക്ക് ഉപ്പില്ലാണ്ട് ഭക്ഷണം പറ്റുകയില്ല. അവർക്ക് എന്ത് ചെയ്യണം? ഫുൾ നല്ലപോലെ ഉപ്പ് വേണം, നല്ലപോലെ എരിവ് വേണം, അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ നന്നായിട്ട് ഉപ്പ് കഴിക്കുന്ന ആൾക്കാർ, ഉപ്പിലിട്ട മാങ്ങയും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഉപ്പിലിട്ട മാങ്ങ, അങ്ങനത്തെ ഉപ്പിൻ്റെ ഐറ്റംസ് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതൊക്കെ കുറയ്ക്കുക. അപ്പം അതൊന്നും ഒരുപാട് വേണ്ട എന്നാണ് അർത്ഥം. ഇനി ആവശ്യത്തിന് വേണം, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്, ഉപ്പ് കുറഞ്ഞു പോയാലും ബ്ലഡ് പ്രഷർ കുറയും, അപ്പോഴും പ്രശ്നമാണ്, ഒരുപാട് കൂടിയാലും പ്രശ്നമാണ്. ഒരു മീഡിയത്തിൽ നിൽക്കാം. പിന്നെ റെഗുലർ എക്സസൈസ് ചെയ്തു എല്ലാ ദിവസവും
ഓക്കെ. പിന്നെ എന്താ, സ്ട്രെസ് മാനേജ്മെൻറ്റ്. നല്ല സ്ട്രെസ്സാണല്ലേ, വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ വർക്കിൻ്റെ പ്രഷർ വരും, പഠിക്കുമ്പോൾ ആണെങ്കിലും കുറേ സ്ട്രെയിൻ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെസ്സ് മാനേജ് ചെയ്യുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയാൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു സ്ട്രെസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയും. ഓക്കെ. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ്, അതുപോലെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, പിന്നെ റെഡ്യൂസിങ് സോൾട്ട് ഇൻടേക്ക്, ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണോ? യെസ്, വെരി ഗുഡ്. 4ാമത്തെ ഡിസീസ് ഏതാണ്? ഒരാൾ വിളിക്കാലോ. ദേവിക, ഈ ഫിഗർ കണ്ടോ? ഈ കുട്ടീനെ കണ്ടോ? നമ്മളെ പോലെ ആണോ ഈ കുട്ടി ഇരിക്കുന്നേ? അല്ല അല്ല, എന്താ വ്യത്യാസം ഉള്ളത്? എന്താ വ്യത്യാസം ഉള്ളത് ഈ കുട്ടിക്ക്? കേൾക്കുന്നില്ല. അതിൽ മൈക്ക് എന്തോ പ്രശ്നമുണ്ട്. വേറെ ഒരാളെ വിളിച്ചു. കുഴപ്പമില്ലടാ. ചാരു, ചാരു ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഫിഗർ നോക്കണുണ്ടോ? ആ, ചാരു, ഈ കുട്ടി നമ്മളെ പോലെയാണ് ഇരിക്കുന്നത്? നോർമലായിട്ട് വെയിറ്റ് ഉള്ള ഒരാളെ പോലെയാണ് ഇരിക്കുന്നേ? അല്ല അല്ലേ? പിന്നെ എന്താ പ്രശ്നം? അതായത് എന്ത് പ്രശ്നം? ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് അല്ലേ? യെസ്, ഋഗ്വേദ് കറക്റ്റ് ആണ് കേട്ടോ. യെസ്, ഋഗ്വേദ് കറക്റ്റ് ആണ്. യെസ്, വെരി ഗുഡ് മോനെ. അതായത് എന്താണ് ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് അല്ലേ? കൃത്യമായിട്ട് ഫുഡില്ല. നമ്മളെല്ലാം എന്തോ ഒരു ലക്കിയാണല്ലേ. ഇതുപോലെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും അതുപോലെ പുറത്ത് വേറെ രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ കൺട്രീസിലും ഒക്കെ ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവല്ലേ അല്ലേ? കാരണം എന്താ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ്, ഫുഡൊന്നും ഇല്ല, അവർക്ക് ന്യൂട്രിയൻസ് ഒന്നുമില്ല, നമ്മളെപ്പോലെ പ്രിവിലേജ് ഒന്നുമില്ല. അപ്പം ഇതുപോലത്തെ ഒരു കണ്ടീഷൻ വരും. ഇവരൊക്കെ പെട്ടെന്ന് എന്താകും, ടയേർഡാകും. പെട്ടെന്ന് ടയേർഡായി ചിലപ്പോൾ മരിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. ഓക്കെ. അപ്പം ടയേർഡ്നെസ് ആണ് കേട്ടോ, ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ എന്താണ് ഇതിനൊരു വഴി? എന്താ, അവർക്കൊക്കെ നല്ല ഭക്ഷണം കൊടുത്തോ, അവർ നല്ല കുട്ടികളായി നമ്മളെപ്പോലെ വരും അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റിംഗ് എ ഹെൽത്തി ബാലൻസ് ഡയറ്റ്, എന്താണ്, നല്ല കറക്റ്റ് ഭക്ഷണം കഴിച്ചാൽ മതി. വിഷയമൊക്കെ അവിടെ കഴിഞ്ഞു. അപ്പോൾ 4 ഡിസീസ് മിസ് പരിചയപ്പെടുത്തി അല്ലേ? ഏതൊക്കെയാണ് ആ ഡിസീസ്? ഒരാളെ വിളിച്ചു. ശ്രേയ. യെസ്, ശ്രേയ, 4 ഡിസീസ് ഏതൊക്കെയാ? ആ, പറഞ്ഞോ. യെസ്, 4 ഡിസീസ് ഏതൊക്കെയാ? ഇപ്പൊ മിസ് പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏതൊക്കെയാ? ശ്രദ്ധിക്കട്ടോ, ക്ലാസ് ശ്രദ്ധിക്കണേ ശ്രേയ. ഓക്കെ. ആ, ഓക്കെ, കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ മതി. യെസ്, വേറെ ഒരാൾ വിളിച്ചു. ജീന, പറഞ്ഞോ. ആ 4 ഡിസീസ് ഏതാ? ആ, ഒബിസിറ്റി, വെരി ഗുഡ്. ആ, ഡയബറ്റിസ്, ഹൈ ബ്ലഡ് പ്രഷർ, യെസ്, മാൽ ന്യൂട്രീഷൻ, വെരി ഗുഡ്. ഇനി പറയാൻ പറ്റുമോ ശ്രേയ? ഏതൊക്കെയാ 4 ഡിസീസ്? യെസ്, യെസ്, ഹൈ ബ്ലഡ് പ്രഷർ, മാൽ ന്യൂട്രീഷൻസ് അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം മക്കളെ, ഈ 4 ഡിസീസിൻ്റെ സിംറ്റം അതുപോലെ തന്നെ എന്താണ് സിംറ്റംസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എല്ലാം ക്ലിയർ ആണ്. സെറ്റ് ആണെങ്കിൽ എല്ലാവരും ടാറ്റ കാണിച്ചേ. പിന്നീട് ആരും ഡൗട്ട് ഉണ്ടെന്ന് പറയരുത്. ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, യെസ്, വെരി ഗുഡ്. എല്ലാവർക്കും ക്ലിയർ ആയല്ലേ? അടുത്തത് ദേ, അറിയോ, ഡോക്ടർ കമൽ റാണദി, അറിയോ? നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ ഉണ്ടാവും അല്ലേ? ഒരാളെ വിളിക്കാലോ. ധൻജി, എന്താണ്, ഇവരറിയോ? സയന്റിസ്റ്റിനെ അറിയോ? ആ, എന്താണ് കണ്ടുപിടിച്ചത്? ആ, ഹോർമോൺസ്, അതുപോലെ എന്താണ് സെർട്ടിൻ വൈറസ്. ആ, ഇതൊക്കെ എന്താണ്, ക്യാൻസറുമായിട്ട് എങ്ങനെയാണ് ബന്ധം? നമ്മൾ അറിയില്ലാത്ത കുറേ കാര്യങ്ങളാണ്. അതായത് മക്കളെ നോക്കിക്കേ, നമ്മുടെ ഹോർമോൺസ് ഉണ്ടല്ലോ, അതും വൈറസുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ക്യാൻസറുമായിട്ട് ലിങ്ക് ആക്കിയിട്ടുള്ളത്? എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഇവരെ ലിങ്ക് ചെയ്ത് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് നല്ല അടിപൊളിയാക്കാം? ഒരു സമയത്ത് ക്യാൻസർ വന്നാൽ ഈ ട്രീറ്റ് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എന്താ പറ്റുന്നത്? കുറേ പേരൊക്കെ മരിച്ചു പോകും. ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയിട്ട് അറിയുമ്പോൾ അവർ മരിച്ചു പോവുക ചെയ്യുക. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ക്യാൻസർ നേരത്തെ അറിയുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്ത് തെറാപ്പി
ഒക്കെ ചെയ്ത് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാനൊക്കെ പറ്റുമല്ലേ? കുറേ പേര് ഇപ്പോൾ രക്ഷപ്പെടുന്നില്ലേ അതിൽ നിന്നൊക്കെ? യെസ്, നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ ഇല്ലായിരുന്ന ആ ടൈമിലാണെങ്കിൽ കണ്ടോ, ആ ടൈം പീരീഡ് കണ്ടോ, 1970 to 2001. അപ്പോൾ ആ ഒരു റേഞ്ചാണ്. ആ ഒരു ടൈമിലൊക്കെ എന്താണ്, ഒരു റിസർച്ചറാണ് ഇവർ എങ്ങനെയാണ് ചെയ്തത്, ഹോർമോൺസും വൈറസും ഒക്കെ എങ്ങനെയാണ് ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, ഇതുവഴി എങ്ങനെ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് പോസിബിൾ ആക്കാം, എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നൊക്കെ പഠിച്ച ഒരു മിടുക്കിയാണല്ലേ ആര്, നമ്മുടെ ഡോക്ടർ കമൽ രാണതി എന്ന് പറയുന്നത്. എന്തിലൊക്കെ ഈ റിസർച്ചർ വർക്ക് ചെയ്തതെന്ന് അറിയാവോ മക്കളെ? നമ്മുടെ ടുബാക്കോ ഇല്ലേ, എങ്ങനെയാണ് ടുബാക്കോ അറിയാവോ? എല്ലാവരും കുറേ പേര് സ്മോക്ക് ചെയ്യുന്നവരുണ്ടല്ലേ, സിഗരറ്റ് ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇന്നത്തെ ജനറേഷൻ ആണെങ്കിലും ഡെയിലി ഒരുപാട് യൂസ് ചെയ്യുന്ന ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ടുബാക്കോ ഇങ്ങനത്തെ സംഭവങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഡയറ്റ്, പൊല്യൂഷൻ, ഇതൊക്കെ എങ്ങനെയാണ് റിസ്കിന് കാരണമാവുന്നത്? അപ്പോൾ ടുബാക്കോ എപ്പോഴും സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലല്ലേ? ഒരാൾ വിളിക്കാലോ. അമീനെ, അമീനെ പറ, ഇങ്ങനെ എപ്പോഴും സിഗരറ്റ് വലിക്കുന്ന, ടുബാക്കോ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ കുറേ ടൈപ്പ് ഡ്രഗ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണോ കുറവാണോ? കൂടുതലാണല്ലേ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ആദ്യമേ തന്നെ ആര് പഠിച്ചിട്ടുണ്ട്? ഈ റിസർച്ചിന്റെ പേരെന്താ? യെസ്, വെരി ഗുഡ്. ഡോക്ടർ കമൽ റാണദീവ് ആണ് എങ്ങനെയാണ് ക്യാൻസറുമായിട്ട് ഇവരെല്ലാം റിലേറ്റ് ചെയ്യുന്നത്, ഡയറ്റ്, പൊല്യൂഷൻ, അതുപോലെ തന്നെ ടുബാക്കോ, ഇത് മൂന്നും എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ച ഒരു റിസർച്ചറാണ് ഡോക്ടർ കമൽ റാണദീവ്. കണ്ടോ എല്ലാവരും ഈ മെഡിക്കീന? യെസ്, സെറ്റ് അല്ലേ? ഓക്കെ, യെസ്. ജസ്റ്റ് ആ പേരും സംഭവം ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ട്, പക്ഷേ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോ, ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം, നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. യെസ് മക്കളെ, ഇതെന്താണ് എപ്പോഴും പറയാറുണ്ടല്ലേ, നമ്മൾ ഏതൊരു പ്രോഗ്രാമോ അല്ലെങ്കിൽ അവെയർനെസ് പ്രോഗ്രാം, ഹെൽത്തിൻ്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിലും, ഇനി ഡോക്ടറെ കാണാൻ പോയാലും ഏറ്റവും ഫസ്റ്റ് പറയുന്ന സെൻറ്റൻസ് ആണ്. സാറ് കേട്ടിട്ടുണ്ടോ? സാറും കേട്ടിട്ടുണ്ട്, എല്ലാവരോടും ഇത് പറയാറുണ്ട്. ഒരാൾ വിളിക്കാലോ. വിനായകേ, ഈ സെന്റൻസ് കേട്ടിട്ടുണ്ടോ? എന്താണിത്? ഉറക്കെങ്കിൽ പറഞ്ഞ എല്ലാവരും കേൾക്കട്ടെ. Prevention is better than cure. Yes, very good. Prevention is better than cure. അതായത് അസുഖം വന്നിട്ട്, ഡിസീസ് വന്നിട്ട് ചികിത്സിക്കണേലും എത്രയോ ഭേദമാണ് അത് വരാതെ നോക്കണത് അല്ലേ മക്കളെ? അത് വരാതെ നമ്മൾ നോക്കിയാൽ പോരെ? യെസ്. ധ്രുവ് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാണോ? ധ്രുവേ, അങ്ങനെയല്ലേ നല്ലത്? അസുഖം വന്നിട്ട് ചികിത്സിക്കണേൽ എത്രയോ ഭേദമാണല്ലോ ഹോസ്പിറ്റലിൽ പോയി കഷ്ടപ്പെട്ട് മരുന്ന് കഴിക്കണേലും ഭേദമല്ലേ അത് വരാതെ നോക്കിയാല്? പിന്നെ അസുഖങ്ങളൊന്നും വരാതെ നോക്കില്ലേ? ഓക്കെ, വെരി ഗുഡ് മക്കളെ. അടുത്തൊരു ടോപ്പിക്ക്. അപ്പോൾ ഡിസീസിനെ കുറിച്ച്, കമ്മ്യൂണിക്കബിൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് എല്ലാവർക്കും പക്ക ക്ലിയർ ആയെങ്കിൽ എല്ലാവരും ഒന്ന് ചാറ്റ് കാണിച്ചേ. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉള്ളൊരു റൈസ് ഹാൻഡ് ചെയ്തോ? ഇല്ല, എല്ലാവർക്കും ഓക്കെ ആണല്ലേ? യെസ്, നമുക്ക് ഒരാളെ വിളിക്കാലോ. ഹരിനന്ദ, എന്തത് അല്ലേ? ഇയാൾ എന്ത് ചെയ്യുന്നേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇമ്മ്യൂണിറ്റി അല്ലേ? ഞാൻ ആ ടേം പറയുമെന്ന് നോക്കാനാണ് ജസ്റ്റ് ആ ഫസ്റ്റ് ഫിഗർ ഇട്ടത്. ഇമ്മ്യൂണിറ്റി അല്ലേ? നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാനുണ്ട്? ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. എന്ത് കഴിവത്? ഡിസീസിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിക്ക് ഒരു എബിലിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കഴിവിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി. എന്തോരം കഴിവാണല്ലേ നമ്മുടെ ബോഡിക്കുള്ളത്? ചുമ്മാ ഒരു ജേംസ്, വൈറസ് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊറോണയൊക്കെ വന്നു, ഒരുപാട് പേർക്ക് ഈ അസുഖം വന്നു, കുറേ പേർക്കൊന്നും വന്നില്ല. കാരണം എന്താ? അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? കഴിവുണ്ടാകും അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ അല്ലേ? അപ്പോൾ എന്താ, നമ്മുടെ ബോഡിക്കുള്ള ആ കഴിവിനെയാണ് എന്തെന്ന് പറയാ? എബിലിറ്റിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു സ്പെഷ്യൽ സിസ്റ്റം ഉണ്ട് കേട്ടോ. നമുക്ക് മാത്രമുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതെന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റം എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ 2 ടേംസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, ഈ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ?
ഫൈറ്റ് അഗെയിൻ ഡിസീസ്. ഡിസീസ് വരുന്നു, അറ്റാക്ക് ചെയ്യുന്നു, അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് അതിനെല്ലാം റീസൺ എന്താണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തത് എന്താണത് അറിയാവോ? ഇതാ ഇമ്മ്യൂണിറ്റി എല്ലാവർക്കും മനസ്സിലായോ? ഒരാൾ പറയണമല്ലോ. മരിയ, എന്താ മോനെ ഇമ്മ്യൂണിറ്റി? അത് നമ്മുടെ ബോഡിക്ക് ഡിസീസസിനെ തിരിച്ച് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലേ, നാച്ചുറൽ എബിലിറ്റി ആണല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ ആ സ്പെഷ്യൽ സിസ്റ്റത്തിന്റെ പേരെന്താ? ഒരാളെ വിളിച്ചോ. ഉദിത്തേ, ആ സ്പെഷ്യൽ സിസ്റ്റത്തിന്റെ പേരെന്താ? ഇമ്മ്യൂൺ സിസ്റ്റം. യെസ്, വെരി ഗുഡ്, ഇമ്മ്യൂൺ സിസ്റ്റം അല്ലേ. ഓക്കെ, നമുക്ക് ഒരാളെ വിളിക്കാലോ. എയ്മി. ഓക്കെ, എയ്മി, ദേ കണ്ടിട്ടുണ്ട് ഇത്. ഇഷ്ടമാണ് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ? ഇല്ല, അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണല്ലോ. ഓക്കെ എന്നൊക്കെ കാണിക്കുക. ഓക്കെ, എയ്മി ഇഷ്ടമല്ല ഇഞ്ചക്ഷൻ, പേടിയാണോ? അപ്പൊ എന്താ, പക്ഷെ ഇഞ്ചക്ഷൻ എടുക്കാണ്ട് പറ്റുമോ? കോവിഡിന്റെ സമയത്ത് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? വാക്സിൻ അറിയാവോ? നമ്മൾ കുഞ്ഞിലേ മുതൽ ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ ഡബിളാ, കുറേ ഇഞ്ചക്ഷൻ ഉണ്ട്. ജനിക്കുമ്പോൾ മുതലേ ഒരുപാട് വാക്സിൻസ് എടുക്കണം. കാരണം പുതിയ പുതിയ ഡിസീസ് വരെയാണല്ലോ. അപ്പോൾ അതിനെല്ലാം ഫൈറ്റ് ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? വാക്സിൻ കൊടുക്കും. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ അംഗനവാടിയൊക്കെ ഇല്ലേ, ഹെൽത്ത്, അതായത് അതുപോലെ തന്നെ ഹെൽത്ത് വർക്ക്, ഈ ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ എല്ലാം എന്ത് ചെയ്യും? ഈ പറയുന്ന പോലെ 5 മന്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ കൂടുമ്പോൾ ആണെങ്കിലും ഈ പറയുന്ന ഓരോ ഏജിലും എന്തുണ്ടാവും? വാക്സിൻസ് ഉണ്ടാകും. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, നമ്മളെല്ലാം കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ എന്താണ് പോളിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു ഡ്രോപ്പ് പോലെ അല്ലേ എല്ലാവർക്കും എടുത്തിട്ടുണ്ടാവും അല്ലേ? യെസ്, അപ്പോൾ ഇതെന്ത് സംഭവം? വാക്സിൻസ് ആണ്. വാക്സിൻസ്. ഓക്കെ, എന്താ വാക്സിൻസ്? ഒരാളെ വിളിക്കാലോ. എന്തിനാണ് വാക്സിൻസ്? എന്താണ് വാക്സിൻസ്? പ്രാർത്ഥന. നമ്മുടെ ബോഡിക്ക് ഇച്ചിരി കൂടി ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് ഇച്ചിരി കൂടി നമുക്ക് എന്ത് ചെയ്യാ? പ്രൊട്ടക്ഷൻ ആണല്ലേ. നമ്മൾ പല ഡിസീസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ്. ചില ഡിസീസൊന്നും നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ അസുഖം നമുക്ക് വരാം. അത്രയും പവർഫുൾ ആയിട്ടുള്ള വൈറസും ബാക്ടീരിയ ഒക്കെ ഉള്ള ഒരു ഭൂമിയിലാണ്, പ്ലാനറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിസീസ് മിസ് പരിചയപ്പെടുത്തട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടെറ്റനസ്, മീസിൽസ്, ഹെപ്പറ്റൈറ്റിസ്, പോളിയോ കേട്ടിട്ടുണ്ടാവും. ഈ പോളിയോ ഒക്കെ വന്നവർ പാരലൈസ് ആയി പോണത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പോളിയോക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്തിനാ? ഇങ്ങനത്തെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ വാക്സിൻ എടുക്കേണ്ട ആവശ്യം? എന്താണ്? നമ്മൾ വൈറസും ബാക്ടീരിയ ഒക്കെ കാരണം ഒരുപാട് ഡിസീസ് ഉണ്ടാകുന്നുണ്ടല്ലേ. അതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ പ്രിവെൻറ്റ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വാക്സിൻസ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. യെസ്, അപ്പോൾ എന്താണ് വാക്സിൻസിൻ്റെ പണി? ഒരാളെ വിളിക്കാലോ. ആരോണേ, ആരോണോട് മിസ് ഒരു കാര്യം ചോദിക്കട്ടെ. മിസ് എന്താണോ ചോദിക്കാൻ പോണേന്നല്ലേ, വേറെ ഒന്നുമല്ല. ഇപ്പം ആരോണ് എന്താണ് ഒരു പുറത്ത് പോവാണെന്ന് വിചാരിച്ചോ. അപ്പോൾ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു. അത് പെട്ടെന്ന് അങ്ങ് തടയാനായിട്ട് പറ്റുന്നില്ല എന്ന് വിചാരിക്കേ. അപ്പോൾ ആ ഒരു അറ്റാക്കിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. പക്ഷെ ഇനി ആ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി എന്ത് ചെയ്യും? പോയി കരാട്ടയും കുംഫു അതൊക്കെ പഠിച്ചൊന്ന് ട്രെയിൻ ചെയ്ത് സ്വയം ബോഡീനെ ഒന്ന് സെറ്റാക്കൂലേ? യെസ്, അങ്ങനെ സെറ്റാക്കാൻ നോക്കൂലേ നമ്മള്? അപ്പൊ അങ്ങനെ എന്തിനാ സെറ്റാക്കുന്നത്? നമുക്ക് ട്രെയിൻ ചെയ്യും, നമ്മുടെ ബോഡീനെ ട്രെയിൻ ചെയ്യും. ഇനി ഒരു അറ്റാക്ക് വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കുമെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ബോഡീനെ നമ്മൾ പ്രിവെന്റ് ചെയ്യൂലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടോ ആരെങ്കിലും? ഡിഫൻസ് വല്ലതും ഒക്കെ പഠിക്കുന്നുണ്ടോ? ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. ഡിഫൻസ് എല്ലാം പഠിക്കുന്നവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. യെസ്, ഫസ്റ്റ് വിനായകനെ വിളിച്ചോ, ഓരോരുത്തരെ വിളിക്കാം. പറഞ്ഞോ, ഏത് ഡിഫൻസ് പഠിക്കുന്നേ? കരാട്ടെ അല്ലേ. യെസ്, വെരി ഗുഡ്. അപ്പൊ ഇനി ആര് വന്നാലും ഇടിക്കൂലേ? ഓക്കെ. അടുത്ത ആള് ഏതാ പഠിക്കുന്നേ? ധൻജയ്, കരാട്ടെ. യെസ്, എല്ലാവരും കരാട്ടക്കാരാണ്. ഓക്കെ. പിന്നെ നമ്മുടെ അമീൻ, കരാട്ടെ. യെസ്. ആരോൺ പഠിക്കുന്നു. കളരി. കളരിയൊക്കെ പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. യെസ്. പിന്നെ അടുത്തത് അമയ.
കരാട്ടെ, വെരി ഗുഡ്. ദെൻ പ്രാർത്ഥന, കാരാട്ടെ. ഇപ്പുറത്തെ ആളോ? യെസ്, യെസ്, ഋഗ്വേദ, ബോക്സിങ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും പഠിച്ചോ? നല്ലതാണ് ഡിഫൻസ് പഠിക്കുന്നത്. അപ്പോൾ സാറ് സൂക്ഷിച്ചോട്ടാ, ഇവരെന്തേലും പറഞ്ഞാൽ നമ്മളെ ഇടി കിട്ടുമെന്ന് അർത്ഥം അല്ലേ? യെസ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ഒരു ഗുണം എന്താണ്? ഈ നമ്മുടെ ബോഡി, അതായത് ഇപ്പോൾ നമ്മൾ ഫൈറ്റിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ബോഡീനെ ട്രെയിൻ ചെയ്യിക്കേ, അപ്പം നമുക്ക് അറ്റാക്കിനെയൊക്കെ നമുക്കൊരു പരിധി വരെ തടയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് വാക്സിനും. എന്താ ചെയ്യുന്നത്? ചില ഡിസീസ് ഉണ്ട്, അതായത് ഇതുപോലത്തെ വൈറസും ബാക്ടീരിയ ഒക്കെ കാരണം വരുന്ന ഡിസീസിനെ മനസ്സിലാക്കും നമ്മുടെ ബോഡി. ഫസ്റ്റ് ഇന്ന അസുഖമാണ്, ഇന്ന വൈറസും ബാക്ടീരിയ ആണ് നമ്മുടെ ബോഡിക്കകത്ത് കയറിയേക്കണേന്ന് ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യും നമ്മുടെ ബോഡി. എന്നിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. അങ്ങനെ ബോഡീനെ ഹെൽപ്പ് ചെയ്യുന്ന, ട്രെയിൻ ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? വാക്സിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ് മക്കളെ വാക്സിൻസ് എന്താണെന്ന്? എല്ലാവരും സെറ്റ് ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്, ചെറിയ ബ്രേക്ക് കൊടുക്കാം അല്ലേ? യെസ്. വാക്സിൻസ് എന്തായിരുന്നു? ഒരാളെ വിളിക്കാലോ. ഇഷാൻ, ഇഷാലേ. യെസ്. എന്താണ് വാക്സിൻസ്? യെസ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്ത് ചെയ്യുക? കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാൻ ട്രെയിനിങ് കൊടുക്കും അല്ലേ? നമ്മൾ ഡിഫൻസ് ഒക്കെ പഠിക്കുന്ന പോലെ. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ട്രെയിൻ കൊടുത്തിട്ട് ബോഡി എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഈ വരുന്ന ജേംസ് കാര്യങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്യാനായിട്ട് കൂടുതൽ നമുക്കൊരു ഡിഫൻസ് പോലെ കിട്ടും. അതിനല്ലേ വാക്സിൻസ് യൂസ് ചെയ്യുന്നേ. സോ ഇപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ ചോദിച്ചാൽ എ വാക്സിൻ എന്താണ്? ദാറ്റ് ഹെൽപ്സ് ടു അവർ ബോഡി ടു ഫൈറ്റ് ഡിസീസ് ബൈ ട്രെയിനിങ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ടു റെക്കഗ്നൈസ് ആൻഡ് അറ്റാക്ക് ഹാർംഫുൾ ജേംസ്. അപ്പം നിങ്ങൾക്ക് അത് പറയാലോ വാക്സിൻസ് എന്താണെന്ന്. സെറ്റ് അല്ലേ വാക്സിൻസ്? യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇപ്പം നമ്മൾ വാക്സിൻസ് പറഞ്ഞു, ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ് വാക്സിൻസ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്താണ്? അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഒരാൾ വിളിക്കാലോ. ഹന്ന, ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? സെക്കൻഡ് വൺ ഇപ്പം നമ്മൾ പഠിച്ചില്ലേ? എന്തത്? വാക്സിൻ അല്ലേ? ബാക്കി രണ്ടും മിസ് പറയാം. ഇതെല്ലാം ഈ വാക്സിൻ ഒക്കെ പറയുന്നത് ഇമ്മ്യൂണിറ്റി ആണ്, ശരിയാണ്. പക്ഷേ ഇറ്റ് ഈസ് എൻ അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അക്വേർഡ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ്. എന്താണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, ഒരാൾ വിളിച്ചു. മരിയ. മരിയ പറഞ്ഞോ. അതായത് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അക്വയർ ചെയ്തു, നമ്മളത് നേടിയെടുക്കാന്നൊക്കെ പറയില്ലേ? കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുക്കുന്ന കുറേ കാര്യങ്ങളില്ല, അക്വയർ ചെയ്തെടുക്കുന്ന, പുറത്തുനിന്ന് എടുക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി. അതായത് വേറൊന്നുമല്ല, പ്രൊട്ടക്ഷൻ ഡെവലപ്ഡ് ആഫ്റ്റർ എക്സ്പോഷർ ടു എ പാത്തജൻ ഓർ എ വാക്സിൻ. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഒരു പാത്തജൻ വന്നു, നമുക്ക് ഡിസീസ് വന്നു, ആ ഡിസീസ് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടും. ഓക്കെ, അതുപോലെ നമ്മൾക്ക് വാക്സിൻ എടുത്തതിന് ശേഷം ഒരു ഇമ്മ്യൂണിറ്റി വരും. ആ ഇമ്മ്യൂണിറ്റിനെയാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മിസ് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. ചിക്കൻ ബോക്സ് അറിയാവോ? ചിക്കൻ അല്ല കേട്ടോ, ചിക്കൻ ബോക്സ്. ഓക്കെ, ഒരാൾ വിളിച്ചോ. ഋഗ്വേദേ. ഋഗ്വേദേ. പ്രാർത്ഥന ഗെയിം നമുക്ക് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. നോക്കട്ടെ മിസ്. യെസ്. ഇപ്പൊ ഋഗ്വേദേ, ചിക്കൻ ബോക്സ് കണ്ടിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അപ്പോൾ എന്താണ്, ചിക്കൻ ബോക്സ് വന്ന ഒരാൾക്ക് പിന്നെയും ചിക്കൻ ബോക്സ് വരാറില്ല. അവർ പിന്നെ ലൈഫിൽ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി ആയിരിക്കും. ഇനി ചിക്കൻ ബോക്സ് വന്ന ആളുടെ അടുത്ത് പോയാലും വേറെ ആൾക്ക് വന്നാലൊന്നും അവർക്ക് വരാനേ ചാൻസ് കുറവാണ്. അതെന്താ? ചിക്കൻ ബോക്സ് വന്ന് അതൊരു അക്വേർഡ് ഇമ്മ്യൂണിറ്റിയാ. കേട്ടിട്ടുണ്ടോ ഋഗ്വേദേ? അതായത് ആ അസുഖം വന്നതിന് ശേഷം നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ട്രെയിൻ ചെയ്യും. നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ട്രെയിൻ ചെയ്യും. അപ്പോൾ ഒരു തവണ ചിക്കൻ ബോക്സ് വന്നു, ഇനി അടുത്ത തവണയും ചിക്കൻ ബോക്സ് വരുമ്പോൾ ഈ നമ്മുടെ ബോഡി ആ ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്ന ആ വൈറസിനെതിരെ എന്തായിക്കോളും?
പ്രൊട്ടക്റ്റ് ചെയ്തോളും, അതിനെതിരെ എന്ത് ചെയ്തോളും, ഫൈറ്റ് ചെയ്ത് പിന്നെ ആ അസുഖം വരില്ല. അപ്പോൾ ഒരു തവണ വന്നു നമുക്ക് ആ അസുഖം കിട്ടി, നമ്മൾ അതിൻ്റെ കുറച്ച് സിംറ്റംസും കാണിച്ച്, ഇതുപോലെ ചിക്കൻ ബോക്സ് വരുമ്പോൾ കുറേ ഇങ്ങനെ പിമ്പിൾസ് ഒക്കെ പോലെ വരുമല്ലോ, ഇതൊക്കെ വന്ന് നമ്മൾ കുറേ പെയിനൊക്കെ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് പൂർണ്ണമായിട്ട് ചിക്കൻ ബോക്സ് മാറിക്കഴിഞ്ഞ് ഇനി ചിക്കൻ ബോക്സ് വന്നാൽ, അതായത് ഇനി ആ വൈറസ് നമ്മൾ അറ്റാക്ക് ചെയ്താലും നമുക്കത് വരില്ല. കാരണം നമ്മുടെ ബോഡി ഓർക്കും, എനിക്ക് ഇത് ഒരു തവണ ചിക്കൻ ബോക്സ് വരുത്തിച്ച വൈറസ് അല്ലേ, ഇനി നീ വരണ്ട മോനെ, എന്താണ് എനിക്ക് ഇനി അസുഖം വരില്ല എന്നൊക്കെ പറഞ്ഞ് എന്താക്കും, അതിനെ തടഞ്ഞു നിർത്തിക്കോളും. അപ്പോൾ ഇത് അക്വേർഡ് ഇമ്മ്യൂണിറ്റിയാണ്. അതുപോലെ വാക്സിൻ, നമുക്ക് പോളിയോയുടെ വാക്സിൻ കുഞ്ഞിലെടുത്തില്ലേ നമ്മൾ, അതുപോലെ മീസിൽസ്, അതുപോലെ തന്നെ വേറെ ഉണ്ടല്ലോ റുബെല്ല, ഇങ്ങനെ കുറേ വാക്സിൻസ് എടുത്തു കൂട്ടിയിട്ടുണ്ടല്ലേ നമ്മൾ. ഇതൊന്നും നമുക്ക് വരാറില്ല, ഇത്ര വലുതായിട്ട് നമുക്ക് പോളിയോ വന്നിട്ടില്ലല്ലോ. ബിക്കോസ് എന്താ, ആ വാക്സിൻ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഇനി പോളിയോ ഉണ്ടാക്കുന്ന വൈറസോ ഉണ്ടാവില്ലേ, പോളിയോ വൈറസ് ഉണ്ടാവില്ലേ. പോളിയോ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന വൈറസ് ഇനി നമ്മുടെ ബോഡിയിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് പോളിയോ വരാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഓൾറെഡി വാക്സിൻ എടുത്തിട്ടുണ്ട്, നമ്മുടെ ബോഡീനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വൈറസ് വരുമ്പോൾ ബോഡി മനസ്സിലാക്കും, റെക്കഗ്നൈസ് ചെയ്ത് അതിനെതിരെ എന്ത് ചെയ്തോളും, ഫൈറ്റ് ചെയ്തോളും. ഓക്കെ, ഇതാണ് വാക്സിൻസ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കാണ്. അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടല്ലോ, പാലില്ലേ, അത് തന്നെ ഒരു ആൻറ്റിബോഡിയാ. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് വഴി കുറച്ച് ആൻറ്റിബോഡീസ്, അതായത് നമുക്ക് കുറച്ച് ശക്തിയൊക്കെ കിട്ടും. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്ത് ചെയ്തോളും, ആ ടൈമിലൊക്കെ കുറേ അസുഖങ്ങൾ വരാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മക്കളെ, അക്യൂർഡ് ഇമ്മ്യൂണിറ്റിക്ക് 3 എക്സാമ്പിൾ ആണ് കേട്ടോ മിസ് പറഞ്ഞത്. ഒന്നാമത്തത് ബ്രസ്റ്റ് മിൽക്ക്, ഓക്കെ, രണ്ടാമത്തത് വാക്സിൻ, മൂന്നാമത്തത് ചിക്കൻ ബോക്സ്. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണോ? ആരോണി ക്ലിയർ ആണോ? യെസ്, വെരി ഗുഡ്. അപ്പോൾ എന്താണ്, നമുക്ക് അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷൻ ചോദിച്ചാൽ ഒരാൾ വിളിക്കാലോ. യെസ്, ഓക്കെ, ഉദിത്തേ. എന്താണ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? exposure to pathogen or vaccine. യെസ്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പാത്തജനിലോട്ട് എക്സ്പോഷർ വന്നു, നമുക്ക് ആ പാത്തജൻ കാരണം അസുഖം വന്നു, അല്ലെങ്കിൽ വാക്സിൻ നമ്മൾ എടുത്തു, അതിനുശേഷം നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊട്ടക്ഷനെയാണ് എന്തെന്ന് പറയാ, അക്വേർഡ് ഇമ്മ്യൂണിറ്റി. സെറ്റ് അല്ലേ മക്കളെ? അതിന് എക്സാമ്പിൾ പറയാവോ ഒരാള്? യെസ്, ധ്രുവേ. പറഞ്ഞോ, ഏതൊക്കെ എക്സാമ്പിള്? യെസ്, ചിക്കൻ ബോക്സ്, പിന്നെ പോളിയോ, വാക്സിൻസ്, ദെൻ കോവിഡ്. അതെല്ലാം വാക്സിൻസിൽ നമുക്ക് പെടുത്താലോ, കോവാക്സിൻസ് കാര്യങ്ങൾ എടുക്കുന്നത്. ഓക്കെ, വാക്സിൻ എടുക്കുന്നത്, വാക്സിനേഷൻ എന്ന് പറയുന്നത് ഒരു അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ആണ്. യെസ്, പിന്നെ എന്താ, ബ്രസ്റ്റ് മിൽക്ക്, അതുവഴി ആൻറ്റിബോഡീസ് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ മിസ്? ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഋഗ്വേദേ, ചിക്കൻ ബോക്സിൻ്റെ വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടല്ലേ? വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം നമുക്കത് പ്രൊട്ടക്ഷൻ ആണ്. ഇനി മക്കളെ, വാക്സിൻസ് 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, വാക്സിൻസ് പല ഡിഫറെൻറ്റ് വേസിലുണ്ട്. ഒന്ന് എന്താണ്, വീക്കൻഡ് ഓർ എ ഡെഡ് പാത്തജൻ, അതായത് നമ്മൾ വൈറസ് ഇപ്പോൾ അസുഖം ഉണ്ടാക്കുന്ന, ഇപ്പോൾ സപ്പോസ് ഒരു അസുഖം വന്നു, ഒരു ഡിസീസ് വന്നു, ആ ഡിസീസ് ഉണ്ടാക്കാൻ കാരണമാകുന്ന, അപ്പോൾ മിസ് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാലോ. കോവിഡ് വന്നില്ലേ എല്ലാവർക്കും? കോവിഡ് ഉണ്ടാക്കുന്ന വൈറസ് ഉണ്ടാവുമല്ലോ, ആ വൈറസിനെ കൊല്ലും. ഒന്നല്ലെങ്കിൽ ഡെഡായിട്ടുള്ള പാത്തജൻ, അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയൊക്കെ അങ്ങ് വീക്കനാക്കും, അതിൻ്റെ ശക്തിയൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. ഓക്കെ, മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന വാക്സിൻസുകളുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് ഹാംലെസ് പാർട്ട് ഓഫ് എ പാത്തജൻ. നമ്മൾ ബാക്ടീരിയ വൈറസ് ഒക്കെ ഓരോ അസുഖങ്ങൾ ഉണ്ടാക്കില്ലേ, ആ ബാക്ടീരിയയുടെ വൈറസിനും കുറച്ച് ഹാംലെസ് ആയിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഭാഗങ്ങൾ ഉണ്ടാകും. അതായത് പ്രോട്ടീൻ, അവരുടെ ഈ പുറത്ത് വരുന്ന കോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അതൊന്നും നമുക്ക് ഉപദ്രവമല്ല, നമുക്ക് ഹാംഫുൾ അല്ല. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കും, ബാക്ടീരിയയിൽ നിന്നും വൈറസിൽ നിന്നൊക്കെ, ആ പാത്തജനിൽ നിന്ന് അങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തിട്ട് നമ്മൾ എന്തുണ്ടാക്കാറുണ്ട്, വാക്സിൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ മക്കളെ, വീക്കൻഡ് ഓർ എ ഡെഡ് പാത്തജൻ, കൊന്നിട്ട് നമ്മൾ പാത്തജൻ എടുക്കാറുണ്ട്, അത് ഉപയോഗിച്ച് വാക്സിൻ ഉണ്ടാക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഓർ ഹാംലെസ് പാർട്ട് ഓഫ് ദി പാത്തജൻ, നമ്മൾ പാത്തജൻ്റെ കുഴപ്പമില്ലാത്ത, നമ്മൾക്ക് ഉപദ്രവമില്ലാത്ത, ഹാംഫുൾ അല്ലാത്ത
ഹാംലെസ് പാർട്ടായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാലും മതി, ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാലും മതി, അവരുടെ ഇനാക്റ്റീവ് ഭാഗം എടുത്തിട്ട് അത് യൂസ് ചെയ്തും വാക്സിൻ ഉണ്ടാക്കാറുണ്ട്. ക്ലിയർ ആണ് മക്കളെ? സെറ്റാണോ? ഈ 2 ടൈപ്പ് വാക്സിൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാവൂ. ഓക്കെ, ഇപ്പം തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് വെക്കോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ? ഇല്ല അല്ലെ, എല്ലാവർക്കും ക്ലിയർ ആയി. ഓക്കെ, ഇത് 2 രീതിയിലുള്ള വാക്സിൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ സെക്കൻഡിന് മിസ് ഒരു എക്സാമ്പിൾ ആണ് എന്ത്, COVID-19 വാക്സിനൊക്കെ, കോവാക്സിൻസ് ഒക്കെ, അതായത് COVID-19 വാക്സിൻസ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്, സെക്കൻഡിന് എക്സാമ്പിളാണ് കേട്ടോ. ഹാംലെസ് പാർട്സ് എടുത്തിട്ടാണ് നമ്മൾ വാക്സിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതെന്താണെന്ന് മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സെക്കൻഡ് മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. യെസ്, ഇത് കണ്ടിട്ടുണ്ടോ? ഇവിടെ എന്താ കാര്യമല്ലേ? ഇതാരിത്? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഒരാൾ വിളിക്കാലോ. ഈ ഫസ്റ്റത്തെ ഫിഗർ ആരാ? അമീനേ? ഇതാരത്? ഇപ്പൊ വൈറസും വാക്സിനും ഒക്കെ പറയുമ്പോ ഇവിടെ എന്താല്ലേ കാര്യം? ഇതാര്? ഐശ്വര്യ റായ് അല്ലേ? ഇതാരാന്നറിയോ? സാറിനറിയോ? സൂര്യ എന്ന് പറയും. അത് കുഴപ്പമില്ല, ആരെങ്കിലും ആയിക്കോട്ടെ. ഇത് കണ്ട ഐശ്വര്യ റായിനെ പോലെ തന്നെ ഇരിക്കുന്നില്ലേ ഏകദേശം? ഇത് നമ്മൾ സൂര്യ എന്ന് പറഞ്ഞിട്ട് വേറൊരു പെൺകുട്ടിയാണ്, ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കേ, ഒരു മിമിക്കല്ലേ, അതായത് ഒരേപോലെ തന്നെ ഐശ്വര്യ റായിനെ പോലെ തന്നെ ഇരിക്കല്ലേ? ആണല്ലേ? ഇതുപോലെ തന്നെയാണ് മിസ് ഇപ്പോൾ ദേ ഇവിടെ പറയുന്ന വാക്സിനും. കണ്ടോ, ഈ ഒരു സംഭവം ഇതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ ബോഡിയിലകത്ത് ഈ വാക്സിൻ നമുക്ക് കൊടുക്കില്ലേ, വാക്സിൻ കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡീനോട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, പറയും. അതായത് നമ്മുടെ ഉള്ളിൽ ഈ വാക്സിൻ കൊടുക്കുമ്പോൾ ഇതാണ് ഒറിജിനൽ വൈറസ് എന്ന് നീ മനസ്സിൽ വിചാരിച്ചോ. ഇതാണ് ഒറിജിനൽ വൈറസ് എന്ന് വിചാരിച്ചോ, എന്നിട്ട് നീ പഠിച്ചോ, ഫൈറ്റ് ചെയ്യാനായിട്ട് പഠിച്ചോ എന്ന് പറയും. അങ്ങനെ ഈ വാക്സിൻ കൊടുക്കുമ്പോൾ ഈ വാക്സിന് എന്താണെന്ന് വിചാരിച്ചോളും, ഒറിജിനൽ വൈറസ് ആണെന്ന് വിചാരിച്ച് നമ്മുടെ ബോഡി ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് മിമിക്രി ഒക്കെ പോലെ അത് മിമിക് ചെയ്യും. ഓക്കെ, ഇനി സപ്പോസ് ഇനി ഒറിജിനൽ വൈറസ് വരുമ്പോൾ, ഇനി നമ്മുടെ ഒറിജിനൽ വൈറസ് അറ്റാക്ക് ചെയ്യാൻ വന്നു, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിനെ ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചേക്കാണ്, നമ്മളെ പഠിപ്പിച്ച് വെച്ചേക്കല്ലേ, ഇന്ന വൈറസ് വരുമ്പോൾ നീ എന്ത് ചെയ്തോളണം, അറ്റാക്ക് ചെയ്തോളണം എന്ന് നമ്മുടെ ബോഡീനെ ഈ വാക്സിൻ പഠിപ്പിച്ച് വെച്ചേക്കേ. അപ്പോൾ എന്ത് ചെയ്യും, ഒറിജിനൽ വാക്സിൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒറിജിനൽ വൈറസ് വരുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്തോളും, അതെടുത്ത് അറ്റാക്ക് ചെയ്തോളും. ഓക്കെ, ഇതുപോലെ തന്നെയാണ്. അതാണ് മിസ് ഈ ഒരു പിക്ചർ കാണിച്ചത്. അതായത് ഐശ്വര്യ റായ് എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ആളാണ്, വൈറസ് ആണ്. പക്ഷെ അതുപോലെ മിമിക് ചെയ്ത് എന്താ വന്നിരിക്കുന്ന ആളാണല്ലേ ഈ ഒരു വാക്സിൻ്റെ കാരണം വരുന്ന സംഭവം. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇതുപോലെയാണ് ഇതെല്ലാം കോവിഡ് വാക്സിൻ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് കൂട്ടാം. മക്കളെ, ഇത് ക്ലിയർ ആയോ? ഈ സെക്കൻഡ് പോയിന്റ് വായിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഒന്ന് നോക്കിക്കേ മക്കളെ, നമ്മുടെ സ്വന്തം സെൽസിന് എന്ത് ചെയ്യും, ഈ വാക്സിൻ ഇൻസ്ട്രക്ട് ചെയ്യും. അതായത് ഇത് ജേംസിൻ്റെ ഒരു ഭാഗമാണ്, ഒറിജിനൽ അല്ല, അതായത് ഒറിജിനൽ വൈറസ് ആണെന്ന് നീ കരുതിയിട്ട് പഠിച്ചോ, ഫൈറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു എന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനോട് ആര് പറയും? ഈ വാക്സിൻ പറയും. അങ്ങനെ വാക്സിൻസ് വഴി ഇൻസ്ട്രക്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യാനായിട്ട് പഠിക്കും. ഇനി ഒറിജിനലായിട്ട് ഈ ആശാൻ കയറി വന്നാൽ നമ്മുടെ ബോഡി എന്ത് ചെയ്തോളും, അതിനെതിരെ ഫൈറ്റ് ചെയ്തോളും. അപ്പോൾ കോവാക്സിൻ ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് വരും. ക്ലിയർ ആണോ മക്കളെ? സെറ്റാണോ? പ്രാർത്ഥന സെറ്റാണോ? ഇതിലെ ഈ പോയിന്റ് കുറച്ച് ടഫാണ് എനിക്കറിയാം, പക്ഷെ ഇത് ക്ലിയർ ആണ്, ഡൗട്ട് ഒന്നുമില്ല. ഡൗട്ട് ഉള്ളവരൊന്ന് റേസ് ഹാൻഡ് ചെയ്തേ. ഇപ്പം ചോദിച്ചോട്ടെ, മിസ് ഒരു ചാൻസ് തന്നേക്കെന്താണ്? ഓക്കെ, ആർക്കുമില്ല, എല്ലാവർക്കും ക്ലിയർ ആയി. ഇനി ആരും പിന്നീട് ഡൗട്ട് ഉണ്ടെന്ന് പറയരുത് കേട്ടോ. ഓക്കെ, യെസ്. നോക്കിക്കേ, വേറെ ഒരു എക്സാമ്പിൾ മിസ് കാണിച്ചു തരട്ടെ. ടെറ്റനസ് ഷോട്ട്. ഓക്കെ, അതായത് ഇതുപോലത്തെ ടെറ്റനസിന് ഇഞ്ചക്ഷൻ എടുക്കും. ടെറ്റനസ് ഒരു അസുഖം തന്നെയാണ്. ഓക്കെ, ടെറ്റനസും ഇതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. മിസ് ഇപ്പോൾ പറഞ്ഞ ആ ഒരു പോയിന്റിന് എക്സാമ്പിൾ ആണ്. നമുക്ക് ടെറ്റനസ് വാക്സിൻ എടുത്തു. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ടെറ്റനസ് കാരണമാകുന്ന ബാക്ടീരിയ നമ്മുടെ ബോഡിക്കകത്ത് വന്നാൽ എന്ത് ചെയ്തോളും, അങ്ങനെ വന്നാൽ നമ്മുടെ ബോഡി എന്ത് ചെയ്തോളും, അതിനെതിരെ ഫൈറ്റ് ചെയ്ത് നിന്നോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സാമ്പിളും ഈ വാക്സിൻസിന് എക്സാമ്പിളാണ്. ക്ലിയർ ആണ് മക്കളെ? സെറ്റല്ലേ? യെസ്. ഇനി ഒരു പ്രത്യേകത ഉണ്ട്. ഈ വാക്സിൻ ഇപ്പോൾ വാക്സിനെ കാണുമ്പോൾ നമ്മുടെ ബോഡിക്ക് തോന്നണ്ടേ ഇതാണ് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ മിമിക്രി ചെയ്യാനായിട്ട് വന്ന ഇതാണ് ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കണമെങ്കിൽ വാക്സിനിൽ എന്തെങ്കിലും വേണ്ടേ?
അല്ലാതെ വാക്സിൻ ചുമ്മാ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവുമൊന്നുമില്ല ഇത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ എന്നൊന്നും മനസ്സിലാവില്ല. ഫൈറ്റ് ചെയ്യാൻ നമുക്ക് ആള് വേണ്ടേ? അപ്പം അതിനെന്താണ്, ഈ ഒരു വാക്സിൻ്റെ അകത്ത് ആരുണ്ടാകും? ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ ടോക്സിൻ ഉണ്ടാകും. നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ബാക്ടീരിയയിൽ നിന്ന് കുറച്ച് ടോക്സിൻസ് ഇനാക്റ്റീവ് ആക്കി അതിനെ നമ്മൾ ഉപദ്രവിക്കാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടാകും. അതുപയോഗിച്ചാണ് നമ്മൾ വാക്സിൻ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെടുത്ത് കുത്തിവെക്കുന്നത്. അത് കുത്തിവെക്കുമ്പോൾ തന്നെ, ഇഞ്ചക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി അത് ഒറിജിനൽ ബാക്ടീരിയ ആണെന്ന് കരുതി ഫൈറ്റ് ചെയ്യാനായിട്ട് പഠിച്ചോളും. ഇനി കുറേ കാലം കഴിഞ്ഞ് ഈ ടെറ്റനസ് കാരണമായിട്ടുള്ള ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ഒറിജിനലായിട്ട് കയറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പഠിച്ചതാണല്ലോ, ഇത് ടെറ്റനസ് അല്ലേ എന്ന് മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിച്ചോളും. ബോഡി അത് മെമ്മറൈസ് ചെയ്തോളും, ബ്രെയിൻ അത് മെമ്മറൈസ് ആക്കിക്കോളും. ഓക്കെ, ക്ലിയർ ആണ് മക്കളെ? സെറ്റിൽ എക്സാമ്പിൾ ടെറ്റനസ് ഷോട്ട് ക്ലിയർ ആണ്? ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഡൗട്ട് ഉള്ളവർ റൈസ് ഹാൻഡ് ചെയ്തോ, ഇപ്പൊ തന്നെ റൈസ് ഹാൻഡ് ചെയ്തോ. യെസ്, വെരി ഗുഡ്. ഇതെന്തത് കണ്ടിട്ടുണ്ടോ? യെസ്, വിനായകേ ചോദിച്ചോ. ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന കുറച്ച് കെമിക്കൽസ് പോലത്തെ സംഭവങ്ങളാണ്. ഓക്കെ, പ്രോട്ടീൻസോ അല്ലെങ്കിൽ ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഉപദ്രവമില്ലാത്ത കുറച്ച് കെമിക്കൽസ് പോലത്തെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അത് ഉപയോഗിച്ചിട്ടാണ് ഈ വാക്സിൻ ഉണ്ടാക്കുന്നത്. അതാണ് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള പാത്തജൻ ഇനാക്റ്റീവ് ആക്കിയിട്ട് അതിനെ യൂസ് ചെയ്ത് വാക്സിൻസ് ഉണ്ടാക്കും. അപ്പം ടോക്സിൻസ് കെമിക്കൽസിനെയാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നോക്കിക്കേ മക്കളെ, ഇതെന്താണെന്നറിയോ? എങ്ങനെ ഈ വാക്സിൻ ഉണ്ടായെന്ന് അറിയണ്ടേ നമുക്ക്? അതിന് മുന്നേ നിങ്ങൾ ഈ അസുഖം കണ്ടിട്ടുണ്ടോ? ഒരാൾ വിളിക്കാലോ. ജീന. യെസ്, കണ്ടിട്ടുണ്ടോ? ഒരാളവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഋഗ്വേദ്. ഈ അസുഖം എന്താണെന്നറിയോ? കൗ ബോക്സ്. അതായത് ഈ കൗവിലൊക്കെ കാണുന്ന ഒരു ഡിസീസാണ്. ഒരുപാട് കാലം മുന്നേ പാലൊക്കെ നമ്മൾ മിൽക്ക് മെയ്റ്റ്സ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ്, ഈ കൗവിൽ നിന്ന് എഫക്റ്റ് ചെയ്ത് വരുന്ന ഡിസീസാണ് കൗ ബോക്സ്. അങ്ങനെയുള്ളവർക്ക് ഇത് ഇതുപോലത്തെ ബോഡിയിലൊക്കെ ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു സംഭവം കാണാനായിട്ട് പറ്റും. ഒരു ബ്ലിസ്റ്റേഴ്സ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പഴുപ്പ് പോലെ ഉണ്ടാകും. അതാണ് ഈ സംഭവം. ഇനി നോക്കിക്കേ മക്കളെ, ഇതറിയാവോ? സ്മോൾ ബോക്സ്. ഇനിയാണ് കഥ. എങ്ങനെ വാക്സിൻ ഉണ്ടായെന്ന് അറിയാവോ? ഒരു സമയത്ത്, ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു, സ്മോൾ ബോക്സ് ഭയങ്കര പ്രശ്നമാണ്. ഇതുപോലെ വരും, വന്നോ ഒന്നുമില്ല, മരിച്ചു പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു ഡിസീസ് ആയിരുന്നു, പേടിയുള്ളൊരു അസുഖമായിരുന്നേ. ആ ടൈമിൽ എന്താണ്, നമ്മുടെ ഈ സയൻറ്റിസ്റ്റ് എഡ്വേർഡ് ജെന്നർ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തെക്കുറിച്ച്? എഡ്വേർഡ് ജെന്നർ അല്ലേ? എഡ്വേർഡ് ജെന്നർ എന്ത് ചെയ്തു എന്നറിയാവോ? നോക്കിക്കഴിഞ്ഞപ്പോൾ കൗ ബോക്സ് വന്ന ആൾക്കാർക്കൊന്നും സ്മോൾ ബോക്സ് വരുന്നില്ല. അതായത് ആ ടൈമിൽ കൗവീന്ന് പകരുന്ന ഒരു ഡിസീസാണ് കൗ ബോക്സ്. അതുപോലെ തന്നെ മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ കണ്ട ഡിസീസാണ് സ്മോൾ ബോക്സ്. ഇത് രണ്ടും ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് കൗ ബോക്സ് വന്ന ആളുകൾക്ക് എന്ത് വരുന്നില്ല, സ്മോൾ ബോക്സ് വരുന്നില്ല. അവരെല്ലാം അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു സംഭവം ഇല്ലേ? ആണോ? അങ്ങനെ വരുമ്പോൾ ഒരു ഡൗട്ട് തോന്നൂലേ? സയന്റിസ്റ്റിന് എന്തായാലും ഡൗട്ട് തോന്നും. നിങ്ങൾക്ക് തോന്നിയോ? ഒരാൾ വിളിക്കാലോ. ആരോണേ, നമുക്ക് നാളെ വലിയ സയന്റിസ്റ്റ് ഒക്കെ ആവണ്ടേ ആരോണേ? അപ്പൊ ആരോണ് തോന്നില്ലേ, കൗ ബോക്സ് വന്ന ആൾക്കാർക്കൊന്നും സ്മോൾ ബോക്സ് വരുന്നില്ലല്ലോ എന്ന് തോന്നില്ലേ ആ സമയത്ത്? യെസ്, വെരി ഗുഡ്. സാറിന് വരെ ഇവിടെ തോന്നി. ഓക്കെ, അപ്പൊ എന്താ, അദ്ദേഹം ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ എന്താ കണ്ടത്, അതായത് യെസ്, ആ ഒരു ടൈമിൽ അദ്ദേഹം കണ്ടുപിടിച്ചു സ്മോൾ ബോക്സ്, അതായത് കൗ ബോക്സ് വരുന്ന ആൾക്കാർക്ക്, ഓക്കെ, കൗ ബോക്സ് വരുന്ന ആൾക്കാർക്ക് എന്ത് വരുന്നില്ല, സ്മോൾ ബോക്സ് വരുന്നില്ല. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ച് ഒരു വാക്സിൻ അതുമായി ബന്ധപ്പെട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, സ്മോൾ ബോക്സിനെതിരെയായിട്ട് അദ്ദേഹം വാക്സിൻ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? ഈ കൗ ബോക്സ് സംഭവം യൂസ് ചെയ്തിട്ട്. കാരണം കൗ ബോക്സ് വരുന്ന ആളുകൾക്ക് സ്മോൾ ബോക്സ് വരുന്നില്ല എന്ന് പറയുമ്പോൾ അതിലൊരു സീക്രട്ട് ഉണ്ട്. കൗ ബോക്സ് വന്ന ആളുകൾക്ക് എന്തോ ഒരു റെസിസ്റ്റൻറ്റ് പവർ ഇല്ലേ, അവിടെ എന്തോ ഒരു റെസിസ്റ്റൻസ് ഇല്ലേ, പവർ ഇല്ലേ? യെസ്, അത് കണ്ടുപിടിച്ച് അദ്ദേഹം അത് എവിടെ അപ്ലൈ ചെയ്തു? സ്മോൾ ബോക്സ് വരുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു?
കുറേ ആളുകൾ സ്മോൾ ബോക്സിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യമായിട്ട് വാക്സിൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും ഫാദർ ഓഫ് വാക്സിനേഷൻ എന്ന് പറയാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ വിളിക്കും, ദേ പോകുന്നു നമ്മുടെ ഫാദർ ഓഫ് വാക്സിനേഷൻ അല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എന്ത് ചെയ്തു, ആ ഒരു ടാഗ് അദ്ദേഹത്തിന് കൊടുത്തു. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണോ? യെസ്. ഇനി എങ്ങനെയാണ് ഈ സംഭവം എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇതേ കണ്ടോ, എക്സ്പെരിമെൻ്റ് പോലെ നടത്താണ്. അദ്ദേഹം എന്ത് ചെയ്തു, കുറേ മിൽക്ക് മെയ്ഡ്സ് ഉണ്ടാവുമല്ലോ, ഈ പാലൊക്കെ കറക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിൽ എന്ത് ചെയ്തു, കൗബോക്സ് എന്ന് പറയുന്ന അസുഖം കോമൺ ആയിട്ട് കാണാൻ തുടങ്ങി. പക്ഷെ അവർക്ക് എന്തില്ല, സ്മോൾ ബോക്സ് വരുന്നില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, ഇതുപോലത്തെ മിസ് കാണിച്ച പഴുപ്പൊക്കെ ഉണ്ടാവില്ലേ, ബ്ലിസ്റ്റേഴ്സ്, ഈ പസ്സില്ലേ, ഈ പഴുപ്പ്, ഈ യെല്ലോ ഫ്ലൂയിഡ് വരില്ലേ നമ്മൾ പഴുപ്പിൽ നിന്നൊക്കെ, അത് അദ്ദേഹം കളക്ട് ചെയ്തു. അദ്ദേഹം കൗബോക്സ് വന്ന ആൾക്കാരിൽ നിന്ന് അത് കളക്ട് ചെയ്തിട്ട് ഈ ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി. ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതൊരു കുട്ടിക്ക്, അതായത് സ്മോൾ ബോക്സ് ഒന്നും വരാത്ത, ഒരു കുഴപ്പവുമില്ലാത്ത എന്താണ് ഒരു കുട്ടിക്ക് ഇത് എന്ത് ചെയ്തു, വാക്സിനേഷൻ ചെയ്തു നോക്കി. അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ ആ കുട്ടിക്ക് പിന്നെ സ്മോൾ ബോക്സ് വന്നില്ല. സ്മോൾ ബോക്സ് വന്നില്ല. അങ്ങനെ മനസ്സിലായി അദ്ദേഹത്തിന് കൗബോക്സ് എന്ന് പറയുന്ന സംഭവത്തിൽ എന്തുണ്ട്, ആ കൗബോക്സിൽ എന്തോ ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട്, അത് ഉള്ളവർക്ക് സ്മോൾ ബോക്സ് വരില്ല. കാരണം കൗബോക്സ് അത്ര ഡേഞ്ചർ ആണ്. എന്നാലും നമുക്ക് ഈ സ്മോൾ ബോക്സിൻ്റെ അത്രയും ഡേഞ്ചർ അല്ല, അത്രയും അപകടകാരിയല്ല. നമുക്ക് കുറച്ചൊക്കെ അതിൻ്റെ ഡെത്ത്, മരിച്ചു പോകുന്നതെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ സ്മോൾ ബോക്സ് അങ്ങനെയല്ല, ഭയങ്കര ഡേഞ്ചറാണ്, വന്നാൽ മരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ടൈമിൽ. അപ്പം കാരണം എന്താ, നിങ്ങൾ തന്നെ ഈ പിക്ചർ നോക്കിക്കേ, ഇതുപോലത്തെ കുരുക്കളൊക്കെ, പിമ്പിൾസ് ഒക്കെ വന്ന ആളുകൾ അടുപ്പിക്കോ? ഇങ്ങനെ വന്ന എല്ലാവർക്കും അറപ്പല്ലായിരിക്കും, എല്ലാവരും ഒറ്റപ്പെടുത്തില്ലേ? നിങ്ങൾ 7ാം അറിവ് സിനിമ കണ്ടിട്ടുണ്ടോ, സൂര്യയുടെ? യെസ്. എല്ലാവരും ആരും കണ്ടിട്ടില്ല? കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് റീസാൻഡ് ചെയ്യോ? സൂര്യയുടെ 7ാം അറിവ്. യെസ്. അതിൻ്റെ അകത്ത് ഇതുപോലത്തെ അസുഖം വരുന്നത് കണ്ടിട്ടുണ്ടോ? അമീനെ പറഞ്ഞോ. അതിൽ ഇതുപോലത്തെ അസുഖം തന്നെ കണ്ടിട്ടുണ്ടോ? ഫുൾ ബോഡി നിറച്ച് ഇതുപോലെ വരുമ്പോൾ അവരൊറ്റപ്പെടുത്തി ഒരു കൊച്ചിനെ കൊണ്ടുപോയി എന്ത് ചെയ്യും, ഇങ്ങനെ ഒറ്റക്കാക്കൂല്ലേ, അങ്ങനെ സൂര്യ രക്ഷപ്പെടുത്തുന്നു അല്ലേ. അപ്പം അതുപോലത്തെ ഒരു അസുഖമാണ്. ഇത് കാണുമ്പോൾ തന്നെ ആർക്കും ഒന്ന് സ്നേഹിക്കാനൊന്നും തോന്നില്ല, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അസുഖം വന്ന സമയത്ത് ഇത്രയും വലിയൊരു വാക്സിനേഷൻ കണ്ടുപിടിച്ച അദ്ദേഹത്തിന് നമ്മൾ ഫാദർ ഓഫ് വാക്സിനേഷൻ എന്ന് വിളിക്കണോ വേണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്മോൾ ബോക്സിനെതിരായിട്ടൊരു വാക്സിൻ അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇത് ക്ലിയർ ആണ്, ഇത് ഡൗട്ടൊന്നുമില്ല. സെറ്റ് ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇത്രയും നേരം പഠിച്ച വാക്സിനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റീസാൻഡ് ചെയ്യാവോ? യെസ്. ആർക്കില്ല അല്ലേ. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇന്ത്യയിൽ വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു സ്മോൾ ബോക്സ് വരുന്ന ടൈമിൽ. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ട്രഡീഷണൽ ആയിട്ട് മെത്തേഡ്, ഇതിപ്പോൾ ഒരു അലോപ്പതി, ഒരു മെഡിസിൻ പോലെയല്ലേ, അല്ലാതെ നാച്ചുറലി കുറച്ച് മെത്തേഡ് ഉണ്ടായിരുന്നു. വേരിയോളേഷൻ, ആ പേരൊന്ന് ജസ്റ്റ് ഓർത്താൽ മതി കേട്ടോ. വേരിയോളേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു സ്മോൾ ബോക്സിനെതിരായിട്ട് ഇന്ത്യ അന്ന് യൂസ് ചെയ്തിരുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. വേറെ നല്ല സ്മോൾ ബോക്സ് വന്നവർക്ക് ഒരു സംഭവം ഉണ്ട്, ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് ഉപയോഗിച്ച് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് എന്ത് ചെയ്യും, ആ ഒരു ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നോക്കും. ഓക്കെ. അപ്പോൾ ആ ഇൻഫെക്ഷൻ ഒന്ന് കുറഞ്ഞ് കിട്ടും. നമ്മൾ ഈ ചിക്കൻ ബോക്സിനൊക്കെ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ തേക്കുന്നത് കണ്ടിട്ടില്ലേ? ചിക്കൻ ബോക്സ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? വന്നവരൊന്ന് റീസാൻഡ് ചെയ്യോ? നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണമല്ലോ. ആർക്കും വന്നിട്ടില്ല അല്ലേ? മിസ്സിനും വന്നിട്ടില്ല. സാറിന് വന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ആർക്കും വന്നിട്ടില്ല, വരാതിരിക്കട്ടെ. അപ്പോൾ എന്താണ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത്, നിങ്ങൾ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. യെസ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് നാച്ചുറൽ മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന പ്രാക്ടീസസിനെയാണ് അന്ന് വിളിച്ചിരുന്ന പേരാണ്. അതായത് ഈ പരിപാടി ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ നാച്ചുറലി ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് സ്മോൾ ബോക്സിനെതിരെ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെയാണ് നമ്മൾ ടീക്കദാസ് എന്ന് പറയുന്നത്. ഓക്കെ. ടീക്കദാസ് എന്ന് പറയും. ഓക്കെ. ആ പേര് ജസ്റ്റ് ഓർത്താൽ മതി. ഒന്ന് ടീക്കദാസ് എന്ന് പറയുന്ന ആൾക്കാരാണ് വേരിയോലേഷൻ എന്ന് പറയുന്ന ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ച് സ്മോൾ ബോക്സിനെതിരെയായിട്ട് കുറേ മെത്തേഡ്സ് കൊണ്ടുവന്നത്. ഇത് 2 ടേമും സെറ്റാണ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്. ഓക്കെ. വെരി ഗുഡ്. ഇനി നോക്കിക്കേ മക്കളെ, ഈ സെന്റൻസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഒരു സെന്റൻസ് കണ്ടത് ഒരാൾ വായിക്കണമല്ലോ. ധൻജി വായിച്ചോ. ഇത് എന്താണ് സംഭവം?
Vaccines are preventive, not curative. വെരി ഗുഡ്. വാക്സിൻസ് ആർ പ്രിവെന്റീവ് ബട്ട് നോട്ട് ക്യൂറേറ്റീവ്. അതായത് വാക്സിൻ എടുത്തു എന്ന് വിചാരിച്ച് കംപ്ലീറ്റ്ലി പ്രിവെന്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. ചില ബാക്ടീരിയ വൈറസ് ഒക്കെ ഭയങ്കര പവർഫുൾ ആയിരിക്കും. നമ്മളെക്കാളും ഭയങ്കര റെസിസ്റ്റൻസ് ഉള്ളവരാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന വാക്സിൻസ് പ്രിവെന്റീവ് ആണ്, പക്ഷെ ക്യൂറേറ്റീവ് അല്ല. അപ്പോൾ ഓൾറെഡി പനിയൊക്കെ വന്നിരിക്കുന്ന ആളാണ്, നമ്മൾ പറയാറുണ്ട് ഈ വാക്സിൻ ഒന്നും നമുക്ക് ഓൾറെഡി അസുഖം വന്നിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഡോക്ടർ ചോദിക്കും ചെല്ലുമ്പോൾ പനി ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് മുന്നേ വന്നോ, ഇപ്പോൾ അടുത്ത് വന്നതാണോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കാറുണ്ടോ അങ്ങനെ? യെസ്. കാരണം പനി വന്നിട്ട് നമ്മൾ ഒപ്പെടുക്കുമ്പോൾ ഓൾറെഡി ബോഡി വീക്കാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വൈറസും ബാക്ടീരിയ ഒക്കെ ഓൾറെഡി നമ്മുടെ ബോഡിയിലുണ്ട്. ഇൻഫെക്ഷൻ വന്നിരിക്കുമ്പോൾ നമ്മൾ വാക്സിൻ എടുത്താൽ അതെതിരെ പ്രവർത്തിച്ച് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ പോളിയോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ചോദിക്കും പ്രത്യേകിച്ച്. കാരണം പനിയുള്ളപ്പോൾ ഒന്നും പോളിയോ എടുക്കാനേ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോൾ പാരലൈസ് ആയിട്ട് വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആണ് മക്കളെ? യെസ്. അപ്പോൾ വാക്സിൻസ് പ്രിവെൻറ്റീവ് ആണ് ബട്ട് നോട്ട് ക്യൂറേറ്റീവ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇന്ത്യയിൽ വാക്സിൻ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ പ്രൊഡ്യൂസേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ വാക്സിൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ വാക്സിൻ കമ്പനി ഉണ്ടാക്കിയതാണ്. ഈ ഒരു COVID-19 സമയത്ത് ധാരാളം ഇന്ത്യൻ വാക്സിൻസ് കമ്പനീസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ വാക്സിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വാക്സിൻ ഉണ്ടാക്കുന്നതിൽ നമ്മളൊരു വലിയൊരു പ്രൊഡ്യൂസേഴ്സ് ആണെന്നാണ് പറഞ്ഞു തരുന്നത് അല്ലേ? അപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ടോ? യെസ്. ക്ലിയർ ആണ് മക്കളെ? ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ ഡോക്ടർ കമൽ റാണദീവിനെ കുറിച്ച് പഠിച്ചല്ലേ? അതുപോലെ തന്നെ ഒരു സയൻറ്റിസ്റ്റ് ആണ് എന്ത്? ഡോക്ടർ മഹാരാജ് കൃഷ്ണൻ ബാൻ. ഓക്കെ, വലിയ പേരാണ്. ഡോക്ടർ മഹാരാജ് കൃഷ്ണൻ ബാൻ എന്ന് പറയുന്ന വേറൊന്നുമല്ല. അദ്ദേഹം എന്താ കണ്ടുപിടിച്ചത്? ഒരാളെ വിളിക്കാലോ? ചാരു ഇത് വായിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന്. Dr. Maharaj Kishan Bhan was a well-known Indian doctor and scientist. He played a key role in developing the rotavirus vaccine which protects children from diarrhea. ഡയറിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. ഡയറിയ കേട്ടിട്ടുണ്ടോ? വയറിനൊക്കെ ഭയങ്കര പ്രോബ്ലം അല്ലേ? ഫുഡും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് അല്ല എങ്കിൽ വയറിനുള്ളൊരു കുറേ പ്രോബ്ലംസ് ആണത്. അപ്പോൾ ഡയറിയ എന്ന് പറയുന്ന അസുഖം, ആ ഒരു ഡിസീസിൽ നിന്ന് ചിൽഡ്രൻ ആണ് കൂടുതൽ, കുട്ടികൾക്കാണ് വയറിന് അധികം ബുദ്ധിമുട്ടുകൾ വരാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അവർക്കെതിരെ കുട്ടികൾക്ക് വരുന്ന ഡയറിയ പോലുള്ള അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് റോട്ടാ വൈറസ് എന്ന് പറയുന്ന വാക്സിൻ ഉണ്ടാക്കിയത്. കാരണം ഈ ഡയറിയക്ക് കാരണമായിട്ടുള്ളതായിരിക്കും ഈ റോട്ടാ വൈറസ്. അപ്പോൾ റോട്ടാ വൈറസിനെതിരായിട്ടുള്ള വാക്സിൻ ഉണ്ടാക്കി. അപ്പോൾ റോട്ടാ വൈറസ് വാക്സിന് ചിൽഡ്രനെതിരെ ഡയറിയക്കെതിരെ പ്രൊഡ്യൂസ് ചെയ്തത്, അതായത് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തത് ആരാ? നമ്മുടെ ഈ വലിയ സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ, ഡോക്ടർ മഹാരാജ് കൃഷ്ണൻ ബാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണ് മക്കളെ? അപ്പൊ ചോദിക്കും ഡോക്ടർ കമൽ റാണദീവ് എന്തായിരുന്നു ചെയ്തത്? ഒരാൾ പറയണല്ലോ, എന്താണ് അദ്ദേഹം ചെയ്തത്? ഋഗ്വേദേ പറഞ്ഞോ. ഡോക്ടർ കമൽ റാണദീവ് എന്തായിരുന്നു ചെയ്തത്? യെസ് പറഞ്ഞോ. ഓക്കെ, കേൾക്കുന്നില്ല മിസ്. ഓക്കെ, കുഴപ്പമില്ല, മിസ് പറയാം. ഓക്കെ, അതായത് ഹോർമോൺസും വൈറസും ഒക്കെ എങ്ങനെയാണ് ക്യാൻസറുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഫുഡ്, ഡയറ്റ്, പൊല്യൂഷനൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന ക്യാൻസറിന് കാരണമാകുന്നതെന്നൊക്കെ കണ്ടുപിടിച്ചത് ഡോക്ടർ കമൽ റാണദീവ് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ എന്താണ് റോട്ടാ വൈറസ് വാക്സിൻ. ഇത്ര ഓർത്താൽ മതി, നമുക്ക് 1 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റോട്ടാ വൈറസ് വാക്സിൻ എന്ന് പറയുന്നത്. ഡയറിയ എന്ന് പറയുന്ന ഡിസീസിനെതിരെ ുള്ള വാക്സിൻ ആണ്. ക്ലിയർ ആണ് മക്കളെ? സെറ്റ് ആണോ? ഇത് ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിക്കാവോ? ഓക്കെ, വെരി ഗുഡ്. ഇനി മക്കളെ ആന്റിബയോട്ടിക്സ്, നിങ്ങൾക്ക് ആന്റിബയോട്ടിക്സ് കഴിക്കാറുണ്ടോ? പനിയൊക്കെ കൂടി കഴിയുമ്പോൾ ഡോക്ടർ തരൂലേ ആന്റിബയോട്ടിക്സ്. പക്ഷെ അത് അത്ര നല്ലതല്ല. ആന്റിബയോട്ടിക്സ് ഒരുപാട് കഴിക്കുന്നതും നല്ലതല്ല, ആവശ്യമില്ലാതെ കഴിക്കുന്നത്. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല. നിങ്ങളുടെ പാരൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഇവിടെ പാരൻസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും മെഡിസിൻസ് ഒന്നും കഴിക്കാൻ പാടില്ല. അതിന് റീസൺ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ വിച്ച് കിൽ ദി ബാക്ടീരിയ. ഓക്കെ, നമ്മൾ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ്, അതിനെതിരെ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ് ആൻറ്റിബയോട്ടിക്സ്. അപ്പം മറന്നു പോവരുത്, എന്താണ്? ബാക്ടീരിയനെ നശിപ്പിക്കാനാണ്
ആൻറ്റിബയോട്ടിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനൊക്കെ എതിരെയായിട്ട് ആര് പ്രവർത്തിച്ചോളും? ആൻറ്റിബയോട്ടിക്സ് പ്രവർത്തിച്ചോളും. പിന്നെ ഇതുപോലെ മിസ് യെല്ലോ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കണ്ടോ, അതൊരിക്കലും വൈറസസിന് എതിരെയായിട്ട് വർക്ക് ചെയ്യില്ല, അത് പ്രോട്ടോസോവയ്ക്കും എതിരെയായിട്ട് വർക്ക് ചെയ്യില്ല. അതായത് അമീബ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും എതിരെ വർക്ക് ചെയ്യില്ല. നമ്മുടെ ബാക്ടീരിയക്കെതിരെ മാത്രം എന്നിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതിനെതിരെ വർക്ക് ചെയ്യുന്ന ഒന്നാണ് ആര്? ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് നമ്മൾ പൊതുവെ ആൻറ്റിബയോട്ടിക്സ് ചെയ്യാറുള്ളത്. യെസ്, ആർക്കാ ഡൗട്ട്? ആരോണേ ചോദിച്ചോ. കേട്ടില്ല. അത് നമ്മൾ ടാബ്ലറ്റ്സ് പല രീതിയിലുണ്ട്. എല്ലാം ആൻറ്റിബയോട്ടിക് അല്ല, പെയിൻ കില്ലേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ അതിനെതിരെ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും തന്നിരിക്കുന്നത്. പക്ഷെ പൊതുവേ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് ഇപ്പം മോഡേണൈസ് ചെയ്ത് കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് പല രീതിയിലുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ പറയുമ്പോൾ ആൻറ്റിബയോട്ടിക് മാത്രമല്ലല്ലോ കഴിക്കുന്നത്, വേറെയും കുറേ മെഡിസിൻസ് ഇല്ലേ. പക്ഷെ ആൻറ്റിബയോട്ടിക് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും എന്താ? ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനാണ്. കൊറോണ വൈറസ് റിലേറ്റ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ വേരിയൻസ് ആയിരിക്കും, അതിൻ്റെ പല ടൈപ്പിലുള്ളതായിരിക്കും. മിസ് അത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സെറ്റാക്കാം. യെസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ മെയിനായിട്ട് പഠിക്കേണ്ടത്? ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയയ്ക്ക് വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത്. യെസ്, ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ആദ്യം കണ്ടുപിടിച്ചത് ആരാന്നറിയാവോ? ഏതൊരു അബദ്ധത്തിൽ കണ്ടുപിടിച്ചതാ. നമ്മൾക്ക് ഇതുപോലെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അബദ്ധത്തിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയ വലിയ കാര്യമാണല്ലേ. എന്താണ് അദ്ദേഹം ശരിക്കും നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചത്. കഥ ഇത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ, ഇതൊരു കഥയാണേ. അദ്ദേഹം എന്ത് ചെയ്തു? ലാബിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കേ ഇതേ കണ്ടോ, അദ്ദേഹം നമ്മളെ നോക്കണ കണ്ടോ, എൻ്റെ കഥയാണോ പറയണേന്നൊക്കെയാണ് ചോദിക്കണേ. അപ്പോൾ അദ്ദേഹം ലാബിൽ ഇങ്ങനെ വർക്ക് ചെയ്യണ സമയത്ത് അദ്ദേഹം ബാക്ടീരിയനെ കുറിച്ച് പഠിക്കാനാണ് വർക്ക് ചെയ്തത്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ലാബിൽ ബാക്ടീരിയനൊക്കെ ഗ്രോ ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ടു ബാക്ടീരിയ ഒക്കെ ചത്തിരിക്കുന്നു. അതായത് അവരെല്ലാം നശിച്ചു പോയി. അവർ ഗ്രോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്താ സംഭവം? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പോഴാണ് കണ്ടത് ആ ബാക്ടീരിയ വളരുന്ന അവിടെ മോൾഡ്, അതായത് ഫംഗസ് വളരുന്നതായിട്ട് കണ്ടു. കുറച്ച് ഫംഗസുകൾ വളരുന്നതായിട്ട് കണ്ടു. അങ്ങനെയാണ് മനസ്സിലായത് ഈ ബാക്ടീരിയനെ നശിപ്പിക്കാൻ ആർക്ക് കഴിവുണ്ട്? ഈ ഫംഗസുകൾക്ക് കഴിവുണ്ട്, ഈ മോൾഡിന് കഴിവുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ആ ഫംഗസിൽ ആ നശിപ്പിച്ച സംഭവം ഉണ്ടല്ലോ അതെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫംഗസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നുണ്ട് മക്കളെ, ഒരു സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടോ? ഈ മോൾഡ് ഒരു സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ റിലീസ് ചെയ്യുന്ന സാധനം ആരെ നശിപ്പിക്കും? നമ്മുടെ ബാക്ടീരിയനെ കൊല്ലും. ആ സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ട് അദ്ദേഹം ആദ്യമായി ഉണ്ടാക്കിയ ആൻറ്റിബയോട്ടിക്കാണ് പെനിൻസിൽ എന്ന് പറയുന്നത്. ഒരു ഫംഗസിനെ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം അത് ഉണ്ടാക്കിയത്, പെനിസിലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? മിസ് ഒന്നും കൂടി പറയാ, ഒരു ബാക്ടീരിയനെ കുറിച്ച് പഠിക്കുകയായിരുന്നു അദ്ദേഹം. യെസ് മിസ് പറയാട്ടെ, 1 മിനിറ്റ്. ബാക്ടീരിയനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. ആ ടൈമിൽ അദ്ദേഹം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യം കണ്ടു. ഈ ബാക്ടീരിയയുടെ മുകളിലൊക്കെ ഫംഗസ് വളർന്നു കിടക്കുന്നുണ്ട്. ഈ ഫംഗസ് ബാക്ടീരിയനെ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നി, ഈ ബാക്ടീരിയനെ നശിപ്പിക്കാൻ കഴിവുള്ള ഫംഗസുകളാണല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗസ് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കി. അവർ റിലീസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കി. അങ്ങനെ ഫസ്റ്റത്തെ ആൻറ്റിബയോട്ടിക് ആണ് പെനിസിലിൻ എന്ന് പറയുന്നത്. സെറ്റാണോ? ക്ലിയർ ആണോ മക്കളെ? ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്, ആരോണേ ചോദിച്ചോ. എല്ലാ മോൾഡും അല്ല, എല്ലാ ഫംഗസും അല്ല. നമ്മൾ കഴിക്കുന്ന ഈസ്റ്റ് കുഴപ്പമില്ലല്ലോ. നല്ല ഫംഗസുകളും ഉണ്ട്. ഓക്കെ, മഷ്റൂം ഫംഗസ് ആണ്, അതറിയാവോ? കൂണൊക്കെ ഫംഗസാണ്. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. നല്ല ആൾക്കാരും ഉണ്ട്, ബാക്ടീരിയയിൽ നല്ലവരുണ്ട്, അതുപോലെ അസുഖം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ പാലിൽ കാണുന്ന തൈരാക്കില്ലേ, പാലിന് തൈര് കഴിഞ്ഞ ചാപ്റ്ററിൽ മിസ് പഠിപ്പിച്ചില്ലേ, അതൊരു ബാക്ടീരിയ അല്ലേ, ലാക്ടോബാസിലസ്. അത് കുഴപ്പമില്ലല്ലോ. പക്ഷേ നമ്മൾക്ക് ടൈഫോയിഡ്, കോളറ, ഡെങ്കി ഒക്കെ ഉണ്ടാക്കുന്ന വൈറസും ബാക്ടീരിയ ഒക്കെ ഡീസൻ്റ് ആണോ? അല്ല. അപ്പം അങ്ങനത്തെ ചില ഫംഗസുകളുണ്ട്, ചില ബാക്ടീരിയ നല്ലതും ഉണ്ട്, കൊള്ളില്ലാത്തവരുണ്ട്. ക്ലിയർ ആയോ? യെസ്, വെരി ഗുഡ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഓക്കെ, ഒരു ഫൈനൽ ടോപ്പിക് കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മിസ് എക്സാം ഇടാം കേട്ടോ. അതായത്
ഓക്കെ, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് മിസ് പറഞ്ഞ ഒരു കഥ പോലെ നിങ്ങൾ കേട്ടാൽ മതി. ഈ ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചില ബാക്ടീരിയകൾ ഉണ്ട് കേട്ടോ, നമ്മുടെ ബോഡിയിലുള്ള ഈ അറ്റാക്ക് ചെയ്യുന്ന ചില ബാക്ടീരിയകൾ റെസിസ്റ്റൻ്റ് ആണ്. അവരെന്ത് ചെയ്യും, നമ്മൾ കുറേ ആൻറ്റിബയോട്ടിക് എടുക്കുകയാണ്, ചുമ്മാ ഒരു ആവശ്യമില്ലാണ്ട് ഒരു ചെറിയ പനി വരുമ്പോഴേക്കും അങ്ങ് ആൻറ്റിബയോട്ടിക് എടുക്കുക, അല്ലെങ്കിൽ വെറുതെ അങ്ങ് ആൻറ്റിബയോട്ടിക് എടുത്ത് ഇങ്ങനെ ഒരു രസമുണ്ട്, ചില ആളുകൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമോ. അങ്ങനെ ആൻറ്റിബയോട്ടിക് ഇട്ടാൽ മക്കളെ പണി കിട്ടും. എന്ത് പണിയാണ് കിട്ടണേ? കാരണം ഈ ബാക്ടീരിയക്ക് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കേ, ഈ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്ത് ബാക്ടീരിയക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം എല്ലാ ഐഡിയാസും കിട്ടും. ഈ ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ച് എല്ലാ ഐഡിയയും കിട്ടും, എങ്ങനെ ഇനി അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാം, എതിർത്ത് നിൽക്കാമെന്നുള്ള ഒരു മൈൻഡ് അവർക്ക്, അതായത് മൈൻഡ് മീൻസ് അവർക്ക് ഒരു കാര്യം മനസ്സിലാകും. അങ്ങനെ അവർ ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻസ് കാണിക്കും. അതായത് അവരെ നശിപ്പിക്കാൻ, ഈ ഒരു ബാക്ടീരിയനെ നശിപ്പിക്കാൻ ബുദ്ധിമുട്ടാവും നമുക്ക്. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷനെയാണ്, അതിനോട് അവർ സർവൈവ് ചെയ്യും, അതിജീവിക്കും. ഓക്കെ, മിസ് ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ ഉറുമ്പുവിൻ്റെ പൊടിയൊക്കെ ഇല്ലേ, ഉറുമ്പ് പൊടി എല്ലാവരും കണ്ടിട്ടുണ്ടോ? അതുപോലെ കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ സംഭവം റിപ്പലൻ്റ്, എന്തൊക്കെയാണ്, മോസ്കിറ്റോ ഗുഡ് നൈറ്റ്, അങ്ങനെയുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ ഇല്ലേ. നിങ്ങളൊന്ന് നോക്കിക്കേ, അത് ഉപയോഗിച്ച് ഇപ്പോൾ ഉറുമ്പിൻ്റെ പൊടിയൊക്കെ ഇട്ട ഉറുമ്പ് ചാവൊന്നുമില്ല. കാരണം ഉറുമ്പ് പൊടി ഇട്ടിട്ട് ഇനി അവരുടെ ജനറേഷൻ, അവരുടെ കുട്ടികൾ അടുത്തടുത്ത ജനറേഷൻ വരുമ്പോൾ അതിനോട് റെസിസ്റ്റൻ്റ് ആയി. ഇനി എത്ര ഉറുമ്പ് പൊടി ഇട്ടാലും അവർ ചാവൂല. അതിലും കൂടിയ കെമിക്കലുള്ള ഉറുമ്പ് പൊടി നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അതായത് നമ്മളും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും, അവരും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ. കണ്ടോ മക്കളെ, ഇതൊരു ഫിനോമിനോണാണ്. എന്ത് ഫിനോമിനോണാണ്? നമ്മൾ ബാക്ടീരിയനെ ആദ്യം നശിപ്പിച്ചു, ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് നമ്മൾ നശിപ്പിച്ചു. പക്ഷെ അവരുടെ കുട്ടികൾ, അടുത്ത ജനറേഷൻ വരുന്നുണ്ട്, അവരെന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്ത് അതിനോട് സർവൈവ് ചെയ്യും. ആ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ അവർ ചത്തോവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കാണ് ബുദ്ധിമുട്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവരെ കൊല്ലാൻ കഴിവുള്ള കൂടുതൽ ടഫായിട്ടുള്ള ആൻറ്റിബയോട്ടിക് പുറത്തേക്ക് ഇറക്കണം, മാർക്കറ്റിൽ ഇറക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൂടുതൽ ഭയങ്കര ഡോസുള്ള ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് വീക്കാണ്. അതൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ബാക്ടീരിയ ഉണ്ട്, നല്ല ബാക്ടീരിയ ഉണ്ട്, നമുക്ക് ഉപകാരമുള്ള കുറേ ബാക്ടീരിയ ഉണ്ട്. നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യണനുസരിച്ച് ആ നല്ല ബാക്ടീരിയനെ ഇവർ നശിപ്പിച്ചളയും. അപ്പോൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുമ്പോൾ നല്ല ബാക്ടീരിയയും ചത്തുപോകും. അങ്ങനെ ചത്തുപോയാൽ നമുക്ക് ദോഷമല്ലേ, നമുക്ക് കൂടുതൽ അസുഖം ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മരിച്ചു വരെ പോകാൻ സാധ്യതയുണ്ട്. ഈ പോയിന്റ് ക്ലിയർ ആയോ? ഈ ഒരു ഫിനോമിനോണാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. മക്കളെ നോക്കിക്കേ, എന്താണ്, നമ്മൾ നേരത്തെ കില്ല് ചെയ്ത ബാക്ടീരിയ അവർ നമ്മൾ എന്ത് ചെയ്യും, പിന്നീടുള്ള ജനറേഷൻ സർവൈവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, മിസ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ മിസ് ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണ്, മിസ് എപ്പോഴും ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്ത് സംഭവിക്കുക, മിസ്സിൻ്റെ ബോഡിക്കകത്ത് ഈ ആൻറ്റിബയോട്ടിക് നമ്മൾ ബാക്ടീരിയക്ക് എതിരെയല്ലേ ഉപയോഗിക്കുന്നത്. ആ ബാക്ടീരിയക്ക് ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അതിനോട് അവർ റെസിസ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം സർവൈവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ഡോസ് കൂടി ആൻറ്റിബയോട്ടിക് മാർക്കറ്റിലേക്ക് ഇറക്കേണ്ടി വരും. അത് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അത് കാരണം നമ്മുടെ ബോഡിയിലുള്ള നല്ല ബാക്ടീരിയ കൂടി ചത്തുപോകും. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് കൂടുതൽ പനിയും അസുഖങ്ങളൊക്കെ വന്ന് ചിലപ്പോൾ നമ്മൾ മരിച്ചു വരെ പോകും. ഇപ്പോൾ നമ്മൾ വാർത്തയിലൊക്കെ കാണാൻ പറ്റും, ആൻറ്റിബയോട്ടിക്സ്, ചുമയുടെ മരുന്ന്, സിറപ്പൊക്കെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പം മരിച്ചു പോയ കേസുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം നോക്കിയും കണ്ടൊക്കെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമുക്കത് പണി കിട്ടും. ഇനി എങ്ങനെയാണ് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ എനിക്കാണ് മരുന്ന് കഴിച്ചത്, പക്ഷേ എനിക്ക് മാത്രമായിട്ട് ആ ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാനുള്ള ഇത് കിട്ടുന്നില്ല. ഞാൻ പല ആളുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരിലേക്കൊക്കെ ഈ ബാക്ടീരിയയുടെ പവർ അങ്ങോട്ട്, അതായത് റെസിസ്റ്റൻസ് പവർ എന്ത് ചെയ്യും, അവർക്കൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയും നോക്കാം. മിസ് ഇതേ ഒരു എക്സാമ്പിൾ എടുക്കാം. നീ കണ്ടോ, ഇത് നമ്മളിതേ ഒരു ആനിമൽ ആണല്ലേ. ഈ ആനിമൽ എന്ത് ചെയ്തു, ഈ ആനിമലിൻ്റെ അകത്ത് ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ ഓൾറെഡി എന്തായി, റെസിസ്റ്റൻ്റ് ആണ്, നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ ഈ ആനിമൽ ചത്തുപോയി. ഓക്കെ, ആനിമൽ ചത്തുപോകെ, അല്ലെങ്കിൽ അവരുടെ ഫീസസ് ഉണ്ടാവില്ലേ മക്കളെ, അവരുടെ ഫീസസ് ഉണ്ടാവില്ലേ, എക്സ്ക്രീറ്റ് വേസ്റ്റ് ഉണ്ടാവില്ലേ, അത് മണ്ണിലേക്കല്ലേ പോകുന്നത്. അതെന്ത് ചെയ്യും, അതുവഴി ആ ബാക്ടീരിയ എങ്ങോട്ടേക്ക് പോകും, ഇവിടേക്ക് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കഴിക്കും. അതായത് അതിൽ വളരുന്ന ക്രോപ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ചെടികളൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മൾ കഴിക്കും. കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരും. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വന്ന് അത് ആ ഫാമിലിയിൽ എല്ലാവർക്കും എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണ് മക്കളെ?
അപ്പോൾ ഒരു ആനിമൽ എടുക്കുന്നു, ആ ആനിമലിൽ ഓൾറെഡി ആ ബാക്ടീരിയ ഉണ്ട്, ആ ബാക്ടീരിയ റെസിസ്റ്റൻ്റ് ആണ്. ആ ബാക്ടീരിയ എങ്ങനെ നമ്മളിലേക്ക് എത്തുന്നത്? ആ ആനിമൽ ചത്തുപോകാം, അല്ലെങ്കിൽ ആ ആനിമലിൻ്റെ ഫീസസ് മണ്ണിൽ വീഴും, അതിൽ കുറേ ക്രോപ്സ് ചെടികൾ വളരണുണ്ടാവും, അതിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കും. ആ കഴിക്കുന്നത് വഴി എനിക്ക് കിട്ടും, പിന്നെ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും കിട്ടും, അങ്ങനെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആകും. ഓക്കെ, ക്ലിയർ ആണ് മക്കളെ? ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് പ്ലാന്റ്സ് ആനിമൽസും വഴി ബാക്ടീരിയ എല്ലായിടത്തേക്കും എത്തുന്നതെന്ന് മനസ്സിലായില്ലേ? സ്പ്രെഡ് ചെയ്യുന്നത്. യെസ്. രണ്ടാമത്തെ കേസ്, എങ്ങനെയാണ് മനുഷ്യന്മാരിലേക്ക് ഇത് കൂടുതൽ പകരുന്നത്? അതായത് എൻ്റെയിലേക്ക് ഇപ്പോൾ ആ ബാക്ടീരിയ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ബാക്ടീരിയ എത്തി, എനിക്ക് വയ്യാതെയായി, എനിക്ക് പനി വന്നു, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ എന്തുണ്ട്? ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, അവിടെ വേറെയും പേഷ്യൻസ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു റെസിസ്റ്റൻ്റ് ഉള്ള ബാക്ടീരിയ അവരുടെയൊക്കെ ശരീരത്തിലെത്തും. അങ്ങനെ എന്ത് സംഭവിക്കും? ഞാൻ വീട്ടിലേക്ക് പോകും, അസുഖമൊക്കെ മാറി, അപ്പോൾ എൻ്റെ വീട്ടിലും കിട്ടും കുറച്ച്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഹൗസിലും കിട്ടും, ഫാമിലിക്കും കിട്ടും, ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും ഈ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയ, കഴിവുള്ള ബാക്ടീരിയ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ അസുഖം, അതായത് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണിക്കുന്ന ബാക്ടീരിയ ഈ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് ആ അസുഖങ്ങൾ വരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ഇത്രയും കഴിവുള്ളവരെ പിന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് നശിപ്പിക്കാൻ പറ്റും മക്കളെ? കുറച്ച് ഈസിയാണോ? നല്ല ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം അതുകൊണ്ടുണ്ടല്ലോ പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ ഇറക്കാൻ നോക്കുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? ആൻറ്റിബയോട്ടിക് ഉള്ളതിനെ മോഡിഫൈ ചെയ്തിട്ട് ഇറക്കാണ് ഡോക്ടേഴ്സ് തരുന്നത്. അതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക്സ് ഒരു കാരണവശാലും ഒരു തവണ യൂസ് ചെയ്തത് എന്ത് ചെയ്യാത്തത് പിന്നീട് ഡോക്ടേഴ്സ് തരില്ല. പ്രിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് നമുക്ക് തരുന്നതും അതുകൊണ്ടാണ്. ക്ലിയർ ആണോ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. മിസ് പറഞ്ഞില്ലേ, ഈ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള നല്ല ബാക്ടീരിയയും ചത്തുപോകും. ഓക്കെ, നല്ല ബാക്ടീരിയയും ചത്തുപോകും. അതുവഴി എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന് തന്നെ അത് നശിപ്പിച്ച് കളയും. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? സെറ്റ് ആണോ ഇത്രയും പോയിന്റ്സ്? യെസ്. ഫൈനൽ ഒരു ടോപ്പിക് കൂടി ഉള്ളൂ. നമുക്കറിയാലേ, സിദ്ധ, യുനാനി, ആയുർവേദ അങ്ങനെയുള്ളതൊക്കെ ട്രഡീഷണലി ഉള്ളതല്ലേ. അപ്പോൾ അതും നമുക്ക് ഒരുപാട് സൊല്യൂഷനാണ്. ഹോമിയോ നമ്മൾ പല അലോപ്പതി മാത്രമല്ലല്ലോ, ചിലപ്പോൾ ആയുർവേദ ഡോക്ടർ കാണും, സിദ്ധ, യുനാനി ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ കുറേ പച്ചമരുന്നുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ. എന്തിനാ അങ്ങനെ യൂസ് ചെയ്യുന്നത്? നമുക്ക് കുറേ ഡിസീസൊക്കെ, ചിക്കൻ ബോക്സിനൊക്കെ ആര്യവേപ്പിലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? അസുഖങ്ങളൊക്കെ മാറ്റാറുണ്ട്. പണ്ടൊക്കെ അതാ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തെറാപ്പികളുണ്ട്. ക്യാൻസറൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, കീമോതെറാപ്പി, അതുപോലെ കുറേ മെഡിക്കേഷൻസ് അല്ലെ, നമുക്ക് എന്താണ് മരുന്ന് തരും. അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആക്കാൻ പറ്റും. ഇതൊക്കെ കാരണം നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏർലി ഡയഗ്നോസിസ്. ഒരു അസുഖം വന്നു, പനി വന്നു, വെച്ചുകൊണ്ടേ ഇരിക്കരുത്. അത് ചിലപ്പോൾ ന്യൂമോണിയ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പനിയായിരിക്കും. ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഡോക്ടറെ കാണുക, മരുന്ന് കഴിക്കുക, പെട്ടെന്ന് തന്നെ അസുഖം മാറ്റുക. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നേരത്തെ പരിശോധിച്ച് വെച്ചില്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ അസുഖമാണെന്ന് പിന്നീട് അറിയുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ മക്കളെ, മിസ് പ്രാർത്ഥനക്കാളെ മനസ്സിലാവാതിരുന്ന ബാക്കി എല്ലാവർക്കും ആൻറ്റിബയോട്ടിക് മനസ്സിലായില്ലേ? യെസ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞു തന്നാൽ മതി മോളെ. ലാസ്റ്റ് ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും പാരൻസിനെ വിളിച്ച് പെട്ടെന്ന് വന്നേ, പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. നമുക്ക് എക്സാം തുടങ്ങാം.